എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. സന്തോഷത്തോടു കൂടി, അല്ലെങ്കിൽ എന്താ പറയാ, സത്യമായി പറഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു കൺഫ്യൂഷൻസിനോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. കൺഫ്യൂഷൻ മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന ചില ദൃഷ്ടാന്തങ്ങളെ, ചില സാഹചര്യങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിനൊക്കെ വ്യാഖ്യാനിക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടുള്ളതാണ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇത് വ്യാഖ്യാനിക്കേണ്ടത്, എന്താണ് ഇതിന്റെ യഥാർത്ഥ കാര്യമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ ഒരു ചെറിയ വിഷയമാണ്. നമുക്ക് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമുക്ക് എന്തൊക്കെയോ അറിയാം, നമ്മൾ എന്തൊക്കെയോ സംഭവമാണെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാൻ പറ്റും, ഒന്നുമല്ല, നമ്മളൊക്കെ വെറും സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരാണ് എന്നുള്ള ഉൾക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരെന്ന് വെച്ചാൽ നമുക്ക് പോലും നമ്മുടെ ജീവിതത്തെ നിർവചിക്കാനോ അറിയാനോ സാധിക്കില്ല എന്നുള്ള സത്യം ഒന്നുകൂടി പറയുന്നു. അത്രയും സങ്കീർണമാണ് ജീവിതം. പക്ഷെ അവിടെ എല്ലാം ഇന്നലെ എന്നോട് സംസാരിച്ച ഒരാളോട് ഓരോ ടെൻഷൻസ്, ഇന്നലല്ല മിനിഞ്ഞാന്ന് ദിവസമാണ്, ഭയങ്കരമായ ടെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറെ നേരം ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു പോയി. അവർ പറയുന്നത് അത്രയും സങ്കീർണമായ വിഷയങ്ങളാണ്. ഞാനാണെങ്കിൽ നാട്ടിൽ വരുന്നതിന്റെ അത്രയും ഇതായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് വർക്കുകൾ തീർക്കാനുണ്ട്. അന്ന് വെള്ളിയാഴ്ചയാണ്, ഉച്ചവരെ മാത്രമേ ഡ്യൂട്ടിയുള്ളൂ. പക്ഷെ ഇവരോട് സംസാരിക്കുകയും വേണം, വണ്ടി ഓടിക്കണം. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതും എൻ്റെ കയ്യിൽ ഞാനൊന്ന് അത്യാവശ്യമായിട്ട് ഒരു ഓട്ടോമാറ്റിക് അല്ലാത്ത മാനുവൽ വണ്ടി എടുത്തിട്ട് മുമ്പോട്ട്, അപ്പൊ ഗിയർ മാറ്റണം. ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒന്നര മണിക്കൂർ കൂടുതൽ 2 മണിക്കൂർ എടുത്തു അവരോട് സംസാരിക്കാനായിട്ട്. ക്ഷമാപൂർവം കേട്ട് എല്ലാം കഴിഞ്ഞു. ഒരു വിഷയങ്ങൾക്ക് ഒരു പരിഹാരം, ചെറിയ രീതിയിൽ പരിഹാരമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനൊന്ന് ഇരുന്ന് ആലോചിച്ചു, ഇത്രയും പ്രഷറിൽ നടന്നു പോകുന്ന എനിക്ക് എങ്ങനെ ഇവരോട് ഇത്രയും കൂളായി സംസാരിക്കാൻ പറ്റി? ഒരു എന്താ പറയാ, ഒരു തരത്തിലുള്ള അല്ലലില്ലാതെ എന്റെ പണികളൊക്കെ എല്ലാം താറുമാറായിരുന്നു. എന്റെ പണികൾ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ ആ പണികളൊക്കെ അത്രയും എല്ലാ പണികളും അവിടെ കൊളാപ്സ് ആയി പോയി. എന്നിട്ട് പോലും എനിക്ക് യാതൊരു തരത്തിലും ഒരു തരത്തിലുള്ള ഇത് ഉണ്ടായില്ല എന്ന് ഇരുന്നപ്പോ ഞാൻ ആലോചിച്ചു, എന്താ ഇപ്പൊ ഇതിന് പറയാ ഞാൻ, എങ്ങനെ ഇത് വ്യാഖ്യാനിക്കുക എന്നുള്ളത്. ഞാൻ അനുഭവിക്കുന്ന ആ സമയത്ത് അനുഭവിക്കുന്ന നമ്മുടെ മാനസികമായിട്ടുള്ളൊരു ഒരു പീസ്നെസ് ഉണ്ടല്ലോ, ഒരു സമാധാനം. പീസ്നെസ് ഉണ്ട്, സമാധാനം. അത് അനുഭവിക്കുക തന്നെ വേണം. ഇപ്പൊ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മള് അത്രയും അവധാനതയോടെ കാര്യങ്ങൾ, ഞാൻ എൻ്റെ ആ പുസ്തകത്തിൽ മനസ്സൊരു വിസ്മയത്തിൽ ഒരു കൃത്യമായിട്ട് എഴുതി വെച്ചാണ്, ജീവിതത്തെ എപ്പോഴും അവധാനതയോടെ കാണണം എന്നുള്ളത്. അത് കാണുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെ ഇതാവുന്നത് എന്ന് മനസ്സിലായി. അപ്പൊ അത് നിങ്ങളോടൊക്കെ പറയാനുള്ള ഇത്ര കാര്യമുള്ളു. ജീവിതം എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടാവും. ഇതെല്ലാ വിഷയങ്ങളും തീർന്നിട്ട് നന്നായി ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ച് നിൽക്കരുത്, നടപ്പിന്റെ കാര്യമില്ല. ഉള്ള സമയത്ത് രാവിലെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ബോധപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ അവധാനതയോടുകൂടി ശ്രദ്ധയോടുകൂടിയുള്ള ലൈഫ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ബാക്കിയെല്ലാം ഉണ്ട്. അസുഖങ്ങൾ ഉണ്ടാവും, സാമ്പത്തികമായ വിഷയങ്ങൾ ഉണ്ടാവും, ബന്ധങ്ങളുടെ വിഷയങ്ങൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇല്ലാതിരിക്കുന്നതേ അല്ല ജീവിതം. അപ്പൊ അതൊന്നും അല്ല ജീവിതം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയി നയിക്കാൻ സാധിക്കുന്നതാണ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ എല്ലാവരും. അല്ലാതെ എല്ലാ വിഷയങ്ങളും തീർന്നിട്ടാണ് ലൈഫ് എന്ന് വിചാരിക്കുന്നത്. പണം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം നേടാമെന്ന് ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരം മാത്രമാണ്. ലോട്ടറി അടിച്ചാൽ മാത്രമേ എനിക്ക് കാശുകാരനാവൂ എന്ന് പറയുന്ന പോലെയാണ്. ഇതൊന്നും ശാശ്വതമായ കാര്യങ്ങളേ അല്ല. ശാശ്വതമായ കാര്യം എന്ന് പറയുന്നത് സമാധാനം മാത്രമാണ്. നമ്മൾ നമ്മുടെ സമാധാനത്തിലേക്ക് നിർത്താനുള്ള നമ്മുടെ കഴിവാണ്.
സമാധാനം എന്ന് പറഞ്ഞാൽ മറ്റിടത്തും പോയി വാങ്ങിക്കാൻ കിട്ടുന്നതും അല്ല. അത് നമ്മൾക്ക് എങ്ങനെയാണോ കാര്യങ്ങളെ കാണാനുള്ള കഴിവുണ്ടാവുന്നത്, അതിലാണ് അത് ഉണ്ടാവുന്നത്. മറ്റതെല്ലാം ഉണ്ട്, അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. ആ വിഷയങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഉണ്ടാകുമ്പോഴും നമ്മൾ നമ്മുടെ കൺട്രോൾ വിടാതെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥ, ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇന്ന് ഞാൻ പറയാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങള്, ഇത്തരം വിഷയങ്ങളെ, ഇപ്പോൾ നേരത്തെ ഇന്ദിരാദേവി വന്ന് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞ പോലെ, നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്നും കുറേ കാര്യങ്ങൾ സംഭവിച്ചു പോകാറുണ്ട്. നമ്മൾ അറിയാതെ, നമുക്ക് ശ്രദ്ധയില്ലാതെ സംഭവിച്ചു പോകാറുണ്ട്. അതിന് ഒരു പരിഹാരം ആയിട്ടാണ് നമ്മുടെ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ പ്രാണ സ്റ്റോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ 7 കല്ലുകളുടെ ഒരു 7 കല്ലുകൾ ജോയിൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു സാധനമാണ് പ്രാണ സ്റ്റോൺ. അപ്പൊ ഇതിനകത്തിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും ഇത് തന്നെയാണ്. ഇത് നിങ്ങളെ ജീവിതത്തെ ശരിക്കും ഇതിൽ കാണിച്ചു തരും. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്, എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്, നിങ്ങളുടെ വിഷയം കൊണ്ടാണോ ഈ ജീവിതം ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ല മറ്റെന്തെങ്കിലും ഘടകങ്ങളിലൂടെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇപ്പൊ പെൻഡിലൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോ നമ്മൾ പോലും ഞെട്ടുന്ന കുറേ സത്യങ്ങൾ ഓപ്പണായി കിട്ടാറുണ്ട്. അവര് പോലും ചിന്തിച്ചിട്ടില്ല, നമ്മൾ പോലും ചിന്തിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യ ശക്തികൾ ഈ ലോകത്തുണ്ടെന്നും, അത്തരം എനർജികളെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നമ്മുടെ പ്രാണനും അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് യഥാർത്ഥത്തിൽ പ്യൂരിഫൈഡ് ആണ്. എപ്പോഴും നല്ല സോൾ ആയിരിക്കും ഉണ്ടാവുന്നതെങ്കിൽ, ആ സോൾ എന്ത് എനർജിയാണോ ഉണ്ടാവുന്നത്, ആ എനർജി നമ്മുടെ മുഴുവൻ സമയത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രാണ സ്റ്റോൺ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി പറയാനും, നിങ്ങളുടെ സാമ്പത്തികകരമായ വിഷയങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും, അതിനെ എങ്ങനെ ഈ സ്റ്റോണിലൂടെ കണക്ട് ചെയ്ത് നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞു തരാം, എന്നിട്ട് ബാക്കി കുറച്ച് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ബാക്കി കാര്യം പൂർണ്ണമായിട്ട് ക്ലാസ് എടുക്കാം. ഒരു കാര്യം ആദ്യം തന്നെ പറയാം. നമ്മളുടെ ഈ എനർജി സിസ്റ്റത്തിലേക്ക് വരാത്തിടത്തോളം കാലം, അതായത് നമ്മുടെ ക്ലാസ്സുകൾ പങ്കെടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എനർജി സിസ്റ്റത്തിലേക്ക് വരാത്തൊരാൾക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടില്ല. കാരണം പ്രാണ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രാണനുമായി താതാത്മ്യപ്പെടണം. നിങ്ങളുടെ ഒറിജിനൽ സെൽഫുമായി നിങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാൾക്കും ഇതിൽ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ റിസൾട്ട് ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, അവരുടെ ഒറിജിനൽ സെൽഫുമായി കണക്റ്റഡ് ആയ ആൾക്കാരാണ്. അതായത് നിങ്ങളുടെ ആത്മാവുമായി യോജിച്ച ഒരാളാണ് എന്ന് എളുപ്പത്തിൽ പറയാം. അതുകൊണ്ട് ഇതിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാതെ, ഇതിനെ മനസ്സിലാക്കാതെ ഇത് കിട്ടിയത് കൊണ്ട് യാതൊരു കാര്യമില്ല. വെറുതെ അങ്ങനെ കിട്ടിയാൽ, ഇപ്പൊ പുറത്തുനിന്നൊക്കെ ഇത് വാങ്ങിക്കാൻ പറ്റിയാൽ തന്നെ ഇതൊരു സ്റ്റോൺ മാത്രമായിരിക്കും, ഒരു കല്ല് മാത്രമായിരിക്കും. പക്ഷെ ഇതിലേക്ക് നമ്മൾ രണ്ടുപേരും, ഞാനും നിങ്ങളും ചേർന്ന് അതിലേക്ക് കൊടുക്കുന്ന എനർജി മാത്രമാണ് ഇതിന്റെ യഥാർത്ഥ സത്ത് എന്നറിയുക. അപ്പോൾ നിങ്ങളും ഞാനും ഒരേ സമയത്ത് ഇരുന്നു കൊണ്ട് ഒരേ ശുദ്ധ മനസ്സോടുകൂടി, ഒരു കണ്ടീഷനും ഇല്ല, അതായത് അൺകണ്ടീഷണൽ, ഈ പ്രപഞ്ചത്തിലെ കണ്ടീഷൻസ് ഒന്നും സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാതെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് നിങ്ങളുടെ പ്രാണനെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ആദ്യം തന്നെ പറഞ്ഞു പോകുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവണ്ട. ഒരു ക്ലാസ്സിലും പങ്കെടുക്കാതെ നിങ്ങൾ ഞാനുമായിട്ട് കണക്റ്റഡ് അല്ലാതെ യൂട്യൂബിൽ വെച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾക്ക് കിട്ടിയാൽ വെറും സ്റ്റോൺ മാത്രമായിരിക്കും. നിങ്ങൾ എന്നോട് നേരിട്ട് സംസാരിച്ച് നിങ്ങളുടെ വിഷയങ്ങൾ അറിഞ്ഞ് ഞാനും നിങ്ങളും തമ്മിൽ ഒരു എനർജി എക്സ്ചേഞ്ച് നടക്കുമ്പോൾ മാത്രമാണ് ഇതിൽ നിന്നും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് വ്യക്തമായി ഒന്നുകൂടി പറയണം. കാരണം ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, അവർക്കൊന്നും അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇത് വളരെ പ്രീഷ്യസ് ആയി ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് ഹാപ്പി ന്യൂസ് പറയാനുള്ളവർ ആദ്യം ഒന്ന് പറയട്ടെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. സംസാരിച്ചു. ആരാണ് സംസാരിക്കാൻ ഹാപ്പിനെസ് പറയാനുള്ള ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റുന്നവര്?
നമസ്കാരം സർ. ആ ശ്രീജ പറഞ്ഞോ. പറഞ്ഞു ശ്രീജ. ഞാൻ ശ്രീ അക്ഷരകേരളം പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് അക്കിത്തത്തിന്റെ. ഉം. അതിലേക്ക് എന്റെ ഒരു ചെറുതായിട്ട് എഴുതൊക്കെ ചെയ്യും. അപ്പൊ അതിലേക്ക് എന്റെ ഒരു എഴുത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 27-ാം തീയതിയാണ് അതിന്റെ പുരസ്കാരം കൊടുക്കലും. അതുപോലെയാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. വെരി അതിന് ഗുഡ്. ഒത്തിരി ഒത്തിരി നന്ദി. കവിതയാണോ? കവിത. എന്താണ് എഴുതിയത്? ഞാന് പൂക്കളമില്ലാത്ത ഓണക്കാലം കവിതയാണ്. കവിതയാണ്. പുരസ്കാരം ഉണ്ടോ? അപ്പൊ ആ പുരസ്കാരം കവിത ആ പുസ്തകത്തില് ഉണ്ട് പുരസ്കാരം ഉണ്ട്. സെപ്റ്റംബർ 27-ാം തീയതി. ഞാൻ ഇന്ന് ഇങ്ങനെ അക്കിത്തത്തിന്റെ കവിതകളിലൂടെ ഒരു പോക്ക് പോയിരുന്നു. അറിയാതെ ഇന്ന് പുസ്തകം എടുത്തു. ഞാന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട്. അതല്ലാത്ത കുറെ കാര്യങ്ങൾ എനിക്ക് ബാക്കിലുണ്ട്. അത് നിറവേറിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു പേരും പ്രശസ്തി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ അറിയാതെയാണ് ഓരോരോ നമ്മള് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പ്രശസ്തി. അല്ല, സത്യത്തിൽ പോലും വിചാരിക്കാത്ത പ്രസക്തിയല്ല, എന്നെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സാറിന് യൂണിവേഴ്സിന് ഒരുപാട് പ്രസക്തി സത്യത്തിൽ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന പ്രസക്തിയാണെന്ന് വിചാരിച്ചിട്ടില്ല എന്നല്ലേ സത്യം? അങ്ങനെയല്ല. ഞാന് അത് ശരിയാണ്. ഈ പ്രസക്തിക്കല്ല ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. എനിക്ക് നല്ലൊരു ടീച്ചർ ആവുക. കാരണം എല്ലാവർക്കും നല്ലൊരു വ്യക്തിത്വമായിട്ട് സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായി ജീവിക്കുക. എന്നെ കൊണ്ട് കഴിയുന്ന സഹായം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ എന്നും ചിന്തിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും ഉള്ളൂ. നല്ലൊരു ടീച്ചർ എന്ന് പറയുന്നത് മാതൃകയല്ലേ? അതെ. മാതൃകയാവണമെങ്കിൽ കുട്ടികൾക്ക് പ്രചോദനം നൽകണമെങ്കിൽ ഇതും വേണ്ടേ? വേണം. എന്റെ പുസ്തകങ്ങൾ ഇല്ലാതിരുന്നെങ്കിൽ ഞാനിവിടെ പറയുന്നതിന് എത്ര വാല്യൂ നിങ്ങൾ കാണിക്കുമായിരുന്നു? ശരിയാണ്. ഞാൻ പുസ്തകങ്ങളില്ലാതെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എത്ര ഉണ്ടാവുമായിരുന്നു? എഴുത്തിന് ഇത്രയും ശക്തിയുള്ള ഒരു ആയുധവും ഈ ലോകത്തില്ല. ഞാൻ എപ്പോഴും എഴുത്തും വായനയും. ഞാൻ ഇവിടെ എന്റെ വീട്ടില് ഒരു റൂം ഫുള്ള് പുസ്തകങ്ങളായിരുന്നു. ഇപ്പൊ ഈ മോളുടെ കല്യാണമായിട്ടാണ് ഞാൻ ആ പുസ്തകങ്ങളെല്ലാം ലൈബ്രറിയിലേക്ക് കൊടുത്തത്. ഓരോ ലൈബ്രറിയിലേക്കാണ് ഞാൻ അത് സ്പോൺസർ ചെയ്യുക ചെയ്തത്. പിന്നെ സ്കൂളുകളിലേക്കും. പിന്നെ ഇപ്പൊ രണ്ടാമത് തുടങ്ങി പുസ്തകം വാങ്ങി വെക്കല്. ഹസ്ബൻഡ് പറയും, അനക്ക് ഈ പുസ്തകം വാങ്ങി വെക്കലല്ലാണ്ട് അനക്ക് എന്താ പണി എന്ന് ചോദിക്കും. കാരണം ആരും അങ്ങനെ വായിക്കില്ല. ഞാൻ പത്രം വായിക്കണ പരിപാടിയില്ല, TV കാണുന്ന പരിപാടിയില്ല. പക്ഷെ പുസ്തകം വായിക്കും. മലയാളമാണോ ടീച്ചർ സബ്ജക്ട്? അല്ല, എന്റെ സബ്ജക്ട് വർക്ക് എഡ്യൂക്കേഷൻ. ഞാൻ LPSA കിട്ടി. പക്ഷെ അന്ന് 2010 LPSA ലിസ്റ്റിൽ വന്നു എന്നല്ലാണ്ട് അന്ന് ആരെയും കയറ്റിയില്ല. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ക്രാഫ്റ്റ് കഴിഞ്ഞു. അങ്ങനെ എല്ലാ മേഖലകളിൽ കൂടി ഒന്ന് ഓടിപ്പോയി പോന്നു. പക്ഷെ എല്ലാം സർട്ടിഫിക്കറ്റഡ് കോഴ്സ് ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് ക്രാഫ്റ്റ് ടീച്ചർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ശരി, താങ്ക് യു. ശില്പ പറഞ്ഞോ. സാറേ, എനിക്ക് 666 പിന്നെ ഇന്നലെ 888 പോർട്ടലിൽ എഴുതി വെച്ച ഒരു ആഗ്രഹമായിരുന്നു. അതിലെ ഒരു ആഗ്രഹം സാധിച്ചു. ഒരു ലവ് പെൻഡന്റ് കിട്ടിയോ? വാങ്ങി. മാത്രല്ല സാറേ, ഒരുപാട് 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 മാറ്റമുണ്ട്. എനിക്ക് മറ്റേ കീ ടു സക്സസ് എന്ന് പറഞ്ഞ നമ്മുടെ പുതിയ ക്ലാസ് ഉണ്ടല്ലോ. ആ ക്ലാസ്സിൽ ഓരോ ദിവസം ചെയ്യുമ്പോഴും എനിക്ക് കിട്ടുന്ന റിസൾട്ട് ഓരോ ഭയങ്കര വലിയ റിസൾട്ടാണ് എനിക്ക് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ജേർണി ടു ഹാപ്പിനെസ് ചെയ്തുകൊണ്ടിരുന്നപ്പോ തന്നെ എനിക്ക് 10-18 പേരോട് ക്ഷമിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അന്ന് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി, 18 പേരെന്നൊക്കെ പറഞ്ഞപ്പോ. അതിൽ നിന്ന് കുറച്ച് 3 പേര് ഇപ്പൊ ജേർണി ടു നമ്മുടെ കീ ടു ഹാപ്പിനെസ് ചെയ്തപ്പോഴും ഞാനിങ്ങനെ 2 പേരെ എക്സ്ട്രാ ഒന്നുകൂടി ക്ഷമിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ കണ്ടത്. പക്ഷെ ആ ഒരാളോടും എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയത് ഇപ്പൊ കീ ടു ഹാപ്പിനെസ് ചെയ്തതാണ്. അപ്പൊ ഞാൻ വീണ്ടും ചെയ്ത് ഇപ്പൊ ഭയങ്കര പെർഫെക്റ്റ്. ഞാൻ തന്നെ ചേച്ചീനെ അങ്ങോട്ട് വിളിച്ചു, സംസാരിച്ചു.
ഞങ്ങൾ ഇന്നലെ എല്ലാവരും പോയി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു, ഹാപ്പിയായി, അങ്ങനെ പോയി. അതേപോലെ ഇന്ന് ഞാൻ ഇന്ന് പ്രാക്ടീസ് ചെയ്തപ്പോൾ എൻ്റെ സാറേ ഇന്നത്തെ ഞാൻ എഴുതിയിരുന്ന എൻ്റെ ലക്ഷ്യമെല്ലാം എഴുതി കഴിഞ്ഞ് ഇന്നത്തെ മോട്ടോയില് ഞാൻ എന്താവണം, നമ്മൾ ഒരു അഫർമേഷൻ എഴുതാനുണ്ടല്ലോ, അപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇന്ന് എഴുതിയത് ഐ എം ദ സ്ട്രോങ്സ്റ്റ് വുമൺ ഇൻ ദ വേൾഡ് എന്നാണ് ഞാൻ എഴുതിയത്. അപ്പം അങ്ങനെ എഴുതി ഞാൻ അതിന്റെ അഫർമേഷൻസ് ഇങ്ങനെ പറയുകയും ചെയ്തു, അതങ്ങ് വിട്ടു. പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരി ഒരുപാട് വർഷത്തിന്, അവള് UK ഇപ്പൊ വെക്കേഷൻ വന്നിട്ടുണ്ട്. വെക്കേഷൻ വന്ന് വേറൊരു കൂട്ടുകാരിയെ തപ്പി കണക്ട് ചെയ്തിട്ട് ഇന്ന് അവരെന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അവളുടെ ഹസ്ബൻഡും മക്കളുമായിട്ട്. അപ്പൊ അവരിങ്ങനെ വന്നിട്ട് ഇന്ന് സംസാരിച്ചപ്പോ വന്ന് കയറി കഴിഞ്ഞ് എന്നെ കണ്ടപ്പോഴാണ് ഞാൻ ഇപ്പോഴാ കുറച്ചുകൂടെ ഭയങ്കര ഹാപ്പി ആയപ്പോഴാണ് ചാം ഒക്കെ കൂടിയത്. നമ്മൾ സെൽഫ് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ സുന്ദരിയായിട്ടിരിക്കുന്നത്. അപ്പം ആ പഠിക്കുന്ന സമയത്തൊക്കെ അത്ര ഫെയർ ആയിരിക്കില്ലായിരിക്കും. അയ്യോ നിനക്ക് ഭയങ്കര മാറ്റമാണ് കേട്ടോ, ഭയങ്കര ഗ്ലാമർ കൂടി എന്നിട്ട് പറഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ വന്നിട്ട് അവളുടെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തുക, ഷീസ് ദ സ്ട്രോങ്ങസ്റ്റ് വുമൺ, ഷീസ് ദ സ്ട്രോങ്ങസ്റ്റ് വുമൺ. അപ്പൊ ഞാൻ മനസ്സിലോർത്തു, ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോ തന്നെ ഐ എം ദ സ്ട്രോങ്ങസ്റ്റ് വുമൺ എന്ന് പറഞ്ഞ പ്രാക്ടീസ് ചെയ്തത്. അപ്പൊ പിന്നെ ഒരാള് വന്ന് ഷീസ് ദ സ്ട്രോങ്ങസ്റ്റ് വുമൺ എന്ന് പറഞ്ഞിട്ടാണ് അവളുടെ ഹസ്ബൻഡിനെ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഭയങ്കര സന്തോഷം. ഓരോരോ എനിക്ക് അതിന്റെ ഓരോ ദിവസത്തെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നാളെ ആവുന്നില്ലല്ലോ, നാളെ ആവുന്നില്ല. അത് സന്തോഷത്തിന്റെ ഇതാക്കുന്നു. നമ്മൾ 12 ദിവസം കഴിഞ്ഞല്ലേ, 13 ദിവസമായി അല്ലേ? 13 ദിവസമായി. സൂപ്പർ. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലെ? ശില്പ ഓരോ ആളെയും മോണിറ്റർ ചെയ്യുന്നുണ്ട് അതിനകത്ത്. ഓരോ ആൾക്കും ശില്പ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും ശില്പ അത് അത്രയും ഡീപ്പിൽ പഠിച്ചതുകൊണ്ടാണ് ഓരോ ആളുടെയും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരാൾ പറയുന്നത് കറക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? വളരെ വളരെ നല്ലത്, സന്തോഷം. അത് ഇപ്പൊ ഈ കോഴ്സ് ഇപ്പൊ ആ ക്ലാസ് ജേർണി ടു ഹാപ്പിനെസ്സും കീ ടു ഹാപ്പിനെസ്സും എടുത്ത ശില്പക്ക് ആൾക്കാരോട് പറയാനുള്ളത് എന്താ ക്ലാസ്സിനെ പറ്റിയിട്ട്? അയ്യോ നമ്മള് എനിക്ക് സാറേ ഇതൊരു വാല്യൂ, കീ ടു ഹാപ്പിനെസ് തന്നെ നമ്മൾ ജോയിൻ ചെയ്യുന്നത് 5999 കൊടുത്താൽ ഞാൻ ജോയിൻ ചെയ്യുന്നതെന്ന്. ശരിക്കും അന്ന് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് വിചാരിച്ചിരുന്നു 6000 രൂപ ഇച്ചിരി കൂടുതലാണെന്ന്. സാറേ 1 ലക്ഷം രൂപ കൊടുത്താൽ പോലും ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പോയി കിട്ടുമല്ല. പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് 1 ലക്ഷം അല്ല 1 കോടി രൂപ കൊടുത്താലും കിട്ടാത്ത ഒരു ക്ലാസ് ആണ് ജേർണി ടു ഹാപ്പിനെസ്. അതിന്റെ ചെറിയൊരു മിനി വേർഷനാണ് കീ ടു ഹാപ്പിനെസ്. അതും നല്ല എഫക്റ്റീവ് ആണ്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ടെൻഷൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു ക്ലാസ്സിൽ ചേർന്നോണം. നമ്മൾ ചേർന്നിട്ട് മാത്രം കാര്യമില്ല, സാറിന് വേണ്ടി ചേരരുത്, നമുക്ക് വേണ്ടി ചേരണം. ചേരുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഒരു ദിവസം കേട്ടാൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം കേട്ടാൽ പഠിക്കൂല. പഠിക്കുന്ന ആ സാധനം ഒരു ദിവസം തന്നെ 5ഉം 6ഉം പ്രാവശ്യം നമ്മളിത് കേൾക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക, വായിച്ചു നോക്കുക, നമ്മളത് മനസ്സിലാക്കിയിരിക്കുന്നതാണോ സാറ് വീണ്ടും പഠിച്ചിരിക്കുന്നതെന്ന് ഒന്നുകൂടെ കേൾക്കുക. അതിനുശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പാണ്, 100% അല്ല 150% ഞാൻ ഗ്യാരണ്ടി. ജേർണി ടു ഹാപ്പിനെസ് എല്ലാ കോഴ്സ് എടുക്കുന്നവരോടും ശില്പ പറഞ്ഞ ഇത് തന്നെ ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ പൈസ തന്നിട്ട് കോഴ്സ് എടുക്കുന്നു എന്നത് വിഷയമേ അല്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നത് മാത്രമാണ് വിഷയം. പ്രാക്ടീസ് ചെയ്തോ റിസൾട്ട് 100% ഉണ്ട്. ഞങ്ങൾ എത്ര വേണമെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ റെഡിയാണ്. എത്ര വട്ടം വേണം പറഞ്ഞു തരാൻ. ഇപ്പൊ ഞാൻ പറയുന്നതിന് അപ്പുറത്ത് ഇപ്പൊ നിങ്ങളുടെ സ്റ്റുഡൻസ്, ഇപ്പൊ ഞാൻ പറഞ്ഞ ജേർണി ടു സന്തോഷത്തിന്റെ താക്കോലുകൾ ക്ലാസ് അധികം ശില്പ തന്നെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. പഠിച്ചു, അത് കൃത്യമായി പറഞ്ഞു. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, ആദർശം, ഇവരൊക്കെ പറഞ്ഞു ആശയൊക്കെ പഠിച്ചു വന്നിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും മാറ്റം ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പ് എനിക്കുണ്ട്. കാരണം അത്രയും റിസർച്ച് ചെയ്തതിനു ശേഷമാണ് ഓരോ വാക്കുകളും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓരോ വാക്കുകളിലും അത്രയും അർത്ഥങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. വെറുതെ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും റിസൾട്ടുകൾ ഉണ്ടാവുന്നത്. സന്തോഷം. ഓക്കെ, ശരി ശില്പ. ഓക്കെ, ഇനി ആരുമില്ല സംസാരിക്കാൻ? പിന്നെ തുടങ്ങട്ടെ? ഇല്ലല്ലോ, ഇനി ആരുണ്ടോ ഹാൻഡ് റൈസ് ചെയ്യുന്നവര്? സാർ ഞാനൊരു സലൂണിന്റെ കാര്യം പറയാം. നല്ല ദിവസമാണോ? നാളെയോ? നാളെ സ്റ്റാർട്ട്. നാളെ ഓപ്പൺ എല്ലാം റെഡി ആയോ? അത് ഫർണിച്ചറെല്ലാം റെഡി ആയോ? ഇല്ല, അത് സ്റ്റാർട്ടിങ് പണി തുടങ്ങണ്ട. ഇന്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫർണിച്ചറൊക്കെ ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് മതി. സൗണ്ട് പോയി. പണി സ്റ്റാർട്ട് ചെയ്യേണ്ടത് നാളെയോ? സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ സാറിന്റെ അടുത്ത് പേഴ്സണലി ചോദിക്കണം എന്ന് വെച്ചിരിക്കുന്നു. ഞാൻ പറയാം, പിന്നെ പറയാം. ഓക്കെ. എത്ര ദിവസം വേണം പണി തീരാൻ? എത്ര ദിവസം വേണം പണി തീരാൻ? ഒരു 3 ആഴ്ച, 1 മാസം എന്തായാലും എടുക്കും.
അതാണോ ഇന്റീരിയർ മുഴുവൻ അയച്ചത്? അതുപോലെ ഇന്റീരിയർ ചെയ്യണം. അതെ അതെ അതെ. നാളത്തെ ദിവസം ഞാൻ പറയാം. ഓക്കെ സാർ അയച്ചാൽ മതി. ഓക്കെ, ശരി. ഓക്കെ, സർ ക്ലാസ് എടുക്കണേ. തുടങ്ങിയായോ സർ? പെട്ടെന്ന് പറഞ്ഞു. പിന്നെ കവിതകളൊക്കെ എഴുതാറുണ്ടെന്ന് അറിയാം, പക്ഷെ ഒന്നും എവിടെയും കാണിക്കാൻ മടിയാണ്. മടിയാണോ? നിറയെ എഴുതും, കവിതകൾ എഴുതും, പക്ഷെ ആർക്കും കാണിക്കാനൊക്കെ മടിയാണ്. ഇങ്ങനെ എഴുതി വെച്ചുണ്ടാക്കിയിരിക്കുക. അപ്പൊ അതിന് എല്ലാരും പറയും അതൊക്കെ ഒരു ബുക്കൊക്കെ ആക്കിയിട്ട് ആരെത്തെങ്കിലും ഒക്കെ കൊടുത്തൂടേന്ന് ചോദിക്കും. പക്ഷെ അതിനുള്ള ധൈര്യമില്ല. കവിത എന്ത് കവിത എഴുതുക? ഓരോ ഭഗവാനെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ എഴുതുള്ളൂ. ഭക്തി അതായതും പിന്നെ കുട്ടികളെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ ഉള്ളത്, താരാട്ട് പാട്ടുകൾ. ഫേസ്ബുക്കില്ലേ? ഫേസ്ബുക്കിലൊന്നും ആദ്യമൊക്കെ ഇട്ടായിരുന്നു, ഇപ്പൊ ഒന്നും ഇടാറില്ല. ആദ്യം കുറച്ചിട്ടു, പിന്നെ ഇങ്ങനെ മടിച്ചിട്ടിട്ടില്ല. കവിതാ പുസ്തകം എഴുതിയിട്ടൊന്നും വലിയ കാര്യമില്ല. അതിനൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അത് വലിയ പോവില്ല. കവിത പാട്ടായിട്ടൊക്കെ ഇങ്ങനെ ആരെങ്കിലും കൊണ്ടൊക്കെ പാടിച്ചിട്ടൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇടുക അല്ലാതെ കൊണ്ട് ഒരു ബുക്കായിട്ട് ഇറക്കി കഴിഞ്ഞാൽ ആരും മേടിക്കും. ഇപ്പൊ എന്റെ കവിത എത്ര പേര് വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ. യൂട്യൂബ് ചാനല് തുടങ്ങിയിട്ട് ഒരു 24 വീഡിയോ ഒക്കെ ഇട്ടു, ഇങ്ങനെ ചെറിയ ഞാൻ തന്നെ മറന്നുപോയി എന്റെ കവിത എന്തൊക്കെയാന്നുള്ളത്. അതിന് യൂട്യൂബില് പാടി കുറച്ചൊക്കെ ഇങ്ങനെ ചെറിയ ഭക്തിഗാനൊക്കെ പാടി ഇട്ടു. ഒരു 24 വീഡിയോ ഇട്ടു, പിന്നെ മടിച്ചിട്ട് അങ്ങനെ ഇട്ടു. അവനവൻ ആത്മസംതൃപ്തിക്ക് ഉതകും കാര്യങ്ങൾ അവനവൻ ചെയ്തിടണമെന്ന് പറയുന്നു. നമുക്ക് കവിത ഇഷ്ടമാണ്, നമ്മൾ കവിത എഴുതുക. എന്നിട്ട് നമുക്ക് എവിടെ ഇടാൻ പറ്റും അവിടെ ഇട്ടേക്കുക. നിങ്ങൾ വേണ്ടവൻ വായിക്കുക, അവൻ ആസ്വദിക്കട്ടെ. അല്ലാതെ ഒന്നും കവിതയ്ക്കൊന്നും. കാരണം എന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല, കവിതയൊക്കെ ഈ ഒരു നമ്മുടെ ഒരു ആത്മാവ് ഇതാണ്. അതിനെ നമ്മൾ മറ്റുള്ളവർ എങ്ങനെ ആസ്വദിക്കുന്നു എന്നും പറയാൻ പറ്റില്ല. കാരണം ഈ രാഗ താള ലയമായ മാത്രമാണ് ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുക. അപ്പൊ നമ്മുടെ കവിതയ്ക്ക് ജീവൻ വെക്കണമെങ്കിൽ അത് മൂന്നും വരണം. അത് ഇല്ല, അത് എത്രത്തോളം നമ്മൾ സാധാരണക്കാരന് സാധിക്കും എന്നുള്ള വിഷയമുള്ളൂ. എനിവേ, താങ്ക് യു. ഇങ്ങനെ പറ്റുള്ളൂ. ഇല്ല പറ്റില്ല. ഓക്കെ, ശരി. കവിത നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്തോളൂ. നമുക്ക് എല്ലാവർക്കും കേട്ട് ഇങ്ങനെ വായിക്കാൻ പറ്റുന്നവർക്ക് വായിക്കാം. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്കൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു, വായനാലോകം എന്നുണ്ട്. പിന്നെ എനിക്ക് സമയപരിമിതി കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പാടാനിഷ്ടായിരുന്നു, പക്ഷെ ഒന്നും പഠിക്കും. എന്താ ഇഷ്ടമുള്ള കാര്യം എന്തിനാ നിർത്തുന്നേ? ഇഷ്ടമുള്ള കാര്യം നിർത്തുന്ന ആർക്ക് വേണ്ടിയാ നിർത്തിയത്? ആരും കൈയടിക്കുന്നുണ്ടെന്ന് കരുതിയിട്ടാ? അങ്ങനെ പുറമേക്ക് ഒന്നും അങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കില്ല. അങ്ങനെ ഒരു അതിനാണല്ലോ നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ് പോലുള്ള ക്ലാസ്സുകൾ. അതിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പുറമേ ഉള്ളതെല്ലാം മാറിക്കോളും. അതാണ് അതിന് വേണ്ടിയിട്ടാണ് ആ കോഴ്സ് എടുത്തിട്ട് ഒന്ന് പഠിക്കുക. അപ്പൊ ഇതിന് മനസ്സിലാവും ഇത് എന്താ സംഭവം എന്നുള്ളത്, എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ മനസ്സിലാവും കേട്ടോ. നമ്മളെ പ്ലാറ്റ്ഫോമിൽ ഇതിനൊക്കെ എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മളെ ഒരു കാര്യത്തിൽ മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്ന ഇതാണ്. കാരണം ഇതൊക്കെ നമുക്കറിയാം, ഇതിന്റെ വഴികളും എഴുതുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും അവസാനം എത്തുന്നതും ഒക്കെ മറ്റൊരു കാര്യം. ഞാൻ ആദ്യം കവിത എഴുതിയിട്ടാണ് കുറെ കവിത എഴുതുന്നത്. കവിതയിൽ നിന്നാണ് ഞാൻ തുടങ്ങിയതൊക്കെ. പിന്നിപ്പോ നമ്മുടെ പുസ്തകത്തിന്റെ ഇടയിൽ കവിത ചേർക്കാൻ പോലും നല്ലതാണ്, ഞാൻ പറഞ്ഞതല്ല. അത് വേറൊരു രീതിയാണ് കവിത. ഓക്കെ, എന്തായാലും സന്തോഷം. അപ്പൊ താങ്ക് യു. ഇനി ആരും ഇല്ലല്ലോ, എന്നാ പിന്നെ ക്ലാസ്സിൽ കിടക്കാണ്. താങ്ക് യു വെരി മച്ച്. കഴിഞ്ഞില്ലേ? പറഞ്ഞോ, നീ കഥ പറ. ശരി, പറഞ്ഞേ. നീ ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടിരുന്നു. ഞാൻ നിന്റെ എല്ലാ ദിവസവും കണ്ടിരുന്നു. നീ എന്നും ഇവിടെ ഉണ്ടാവണല്ലോ. നീ എന്നും ഇവിടെ ഇരുന്നിട്ട് എനിക്ക് കുറച്ച് ദിവസം കഴിയുമ്പോ ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് നീ വേണം ക്ലാസ് എടുത്ത് കൊടുക്കാൻ ആൾക്കാർക്ക്. കേട്ടാ? ഉഷാറല്ലേ? ഓക്കെ, വെരി ഗുഡ്. എന്താ പഠിച്ചോ? സ്കൂളിലെല്ലാം പഠിച്ചു കഴിഞ്ഞാ? എന്താ പഠിച്ചെന്ന്? മാത്സ് മാത്രം? നീ കുറച്ചുകൂടി നിർത്തി കഴിഞ്ഞാൽ ആൾക്കാർ നിന്നെ പാത്രം കഴുകാൻ വിളിക്കും.
ഇവിടെ എന്തൊക്കെ കാണേണ്ടി Okay, വരുന്ന sir. അറിയുമോ? ഇതൊക്കെയാണ് അവസ്ഥ. ഓക്കെ, ശരി, വെരി ഗുഡ്. ശരി. നോക്കൂ, Thank you, sir. ഇങ്ങനെയാണ് ഗുഡ് ബോയ്സ്, ഗുഡ് ചിൽഡ്രൻസ് ഉണ്ടാവുക. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഫൈൻ, താങ്ക് യു. അപ്പോൾ ഓക്കെ, വെൽക്കം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പറയാ, എന്തൊക്കെയാണ് പറയേണ്ടത്, എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്, ഒരു പിടിയില്ല. എന്താണെന്നറിയോ, ചില സമയത്ത് പഠിപ്പിക്കുമ്പോൾ, ചില സമയത്ത് കാര്യങ്ങൾ പറയുമ്പോൾ കുറേ പ്രതീക്ഷയോട് പറയും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതിന് ഘടകവിരുദ്ധമായിട്ട് ആർക്കാരെന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ രക്ഷടാ, ഞാൻ ഈ പറഞ്ഞു കൊടുത്തൊന്നും കേട്ടില്ലല്ലോ. കേട്ടു, എല്ലാരും കേൾക്കുന്നുണ്ട്, പക്ഷെ അത് അങ്ങനെ അങ്ങ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാൻ റെഡിയാണെന്ന് തുടങ്ങിക്കോളൂ. എടുത്തോളൂ ക്യാപ്സൂൾ, പെട്ടെന്ന് ക്യാപ്സൂൾ എടുത്തോളൂ. റെഡി 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 പറയട്ടെ. ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആ, ചില ജീവിതം എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത്, അല്ലെ? ചില ജീവിതങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു. ഇത് പാലക്കാട് നിന്നും ഒരാൾ ഒരു 1-to-1 അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നു. അവരുടെ ജീവിതം പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആകെ ഞെട്ടിയെന്ന് മാത്രമല്ല, ഞാൻ നമ്മുടെ പെൻഡിലും വെച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു അവസ്ഥയെത്തിയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു, ഇന്ന് ചെയ്യുന്നില്ല, നാളെ ചെയ്യാമെന്ന് നിർത്തിയിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് വല്ലാത്തൊരു അവസ്ഥയാണ്, ഈ എനർജി കൊണ്ടുള്ള കളി വല്ലാത്തൊരു കളികളാണ്. അപ്പോൾ റെഡിയാണല്ലോ എല്ലാവരും? പെട്ടെന്ന് റെഡി ആയിക്കോട്ടെ. നല്ല ഉഷാറായിട്ട് അതായിരുന്നു. അതുകൊണ്ടാണ് നല്ല കമോൺ എവരിബഡി, യൂട്യൂബ് വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ഉഷാറായി എല്ലാവരും. വിട്ടെ, ഉഷാർ നന്ദിനിയൊക്കെ കൈ എന്ന് വെച്ചാൽ ഉഷാറാക്കി. യെസ്, എല്ലാവരും കമോൺ. കുറച്ച് നല്ല സ്മാർട്ട് നോക്കട്ടെ ആരൊക്കെയാണ് സ്മാർട്ട് ആയതുള്ളത്. ഞങ്ങൾ ഇന്ന് രാവിലെ തീരുമാനം എടുത്തിട്ടുണ്ട്, ഒരാഴ്ച അടുത്ത ഞായറാഴ്ച വരെ ചോറ് കഴിക്കണം തീരുമാനിച്ചത് ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ പ്രത്യേകം കാണണം. ഞങ്ങൾ കഠിനമായ എന്താ പറയാ, ഒരു തീരുമാനം എടുത്തവരാ. കാരണം അടുത്ത ചോറ് കഴിക്കൽ നമ്മൾ കോഴിക്കോട് ഓണസദ്യയാണ്. അങ്ങനെ തീരുമാനിച്ച ആൾക്കാരാണ്. ആർക്കും ചേരണമെന്ന് ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹമുണ്ടോ? ഉള്ളവർ ചേർന്നോ, ഒട്ടും കുഴപ്പമില്ല. ഞങ്ങൾ 10-35 പേര് ഇന്ന് രാവിലെ എടുത്ത തീരുമാനമാണ്, ഒരാഴ്ചത്തേക്കും ചോറ് കഴിക്കൂല. അടുത്ത ഞായറാഴ്ച മാത്രം സാറിനൊപ്പം മാത്രമേ ചോറ് കഴിക്കുള്ളൂ തീരുമാനിച്ചിട്ടുണ്ട്. വേണോ? ആർക്കും താല്പര്യമുണ്ടോ? കൂടിക്കോ. അങ്ങനെയാണ് നമ്മുടെ ചില ചലഞ്ചുകൾ നമ്മൾ എടുക്കുന്നത്. ആ ചലഞ്ചുകൾ നമ്മൾ എടുത്തിട്ട് വേണം ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ തീരുമാനിക്കാൻ. നമ്മൾ ഇതുവരെ എന്റെ ജീവിതം എന്തേ ഇങ്ങനെ ആയില്ല എന്നൊക്കെ പറയുന്ന ഒരൊറ്റ ചോദ്യമാണ്, നിങ്ങളൊരു ചലഞ്ച് എടുക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ ജീവിതം മാറുന്നത് കാണിച്ചു തരാം. ഒരു ചലഞ്ച് ഉണ്ടോ? റെഡി ഉണ്ടോ? എത്ര പേരുണ്ട്? യെസ്, എത്ര പേര്? ഏതെങ്കിലും ഒരു ചലഞ്ച് എടുക്കുക. നിങ്ങൾ ജീവിതം എന്തേ മാറാത്തത് എന്ന് പറയുന്ന ആളോട് പറയുക, ഞാൻ റെഡി ഉണ്ട്. ഒരു ചലഞ്ച് നിങ്ങൾ ഇപ്പൊ എഴുതി വെച്ചോളൂ. ഇത് ഞാൻ ക്ലാസ്സിൽ ഇല്ലാത്തല്ല, ഇപ്പൊ പറയും. ഞാൻ ചോറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. നിങ്ങൾ ഇപ്പൊ ഈ 263 ആളും തീരുമാനിച്ചു നിങ്ങൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണോ? ഒരു ചലഞ്ച് ഇപ്പൊ എഴുതി വെച്ചോ. ഞാൻ ഇന്ന കാര്യം ഇന്ന് മുതൽ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന രീതി എന്റെ ജീവിതം ഇങ്ങനെ മാറ്റാണ്. എഴുതി വെച്ചോളൂ. റെഡി? എന്നിട്ട് നമുക്ക് നോക്കാം. അത് കോഴിക്കോട് എന്നിട്ട് നമുക്ക് വിശകലനം ചെയ്യാം. ഒരാഴ്ച സമയം, ഒറ്റ ആഴ്ചക്ക് 7 days. ഇന്ന് സൺഡേ, അടുത്ത സൺഡേ, 7 daysലേക്ക് നിങ്ങൾ ഒരു ചലഞ്ച് എടുക്കണം. ബിന്ദു ശ്രീകുമാർ ഒന്ന് നോക്കിയേ, പറ്റുമെന്ന്. എന്റെ മനസ്സ് എപ്പോഴും ഞാൻ പിടിച്ചെടുത്ത് നിൽക്കില്ല എന്നല്ല, ഒന്ന് നോക്കിയേ. ഒരു ചലഞ്ച് എന്തെങ്കിലുമൊക്കെ ആട്ടെ. എല്ലാവരും, ഗായത്രി ശേഖർ ഒരു ചലഞ്ച് ഏറ്റെടുത്തേ. എല്ലാവരും എടുത്തേ. എന്തെങ്കിലും ഒന്ന്. എനിക്ക് വേണ്ടാത്തൊരു റിയൽ ആയിട്ടൊരു ചലഞ്ച് എടുത്തേന്. ഇതാര് ഹാപ്പിനെസ് മാസ്റ്റർ? പോരട്ടെ, എത്ര പേർക്ക് എടുക്കാൻ പറ്റും നോക്കട്ടെ. ഇപ്പൊ എഴുതി വെച്ചോ, പേപ്പറിൽ എഴുതി വെച്ചിട്ട് പറയാ, ഞാൻ ഇന്ന കാര്യം തീരുമാനിച്ചു. 7 days ചലഞ്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കും ഒരു ചലഞ്ച് നിങ്ങൾക്ക് തരാം. സാറ് 7 days ഈ ചലഞ്ച് സാർ എടുക്കുന്നു. ക്ലാസ് ഫ്രീ തന്നേക്കണം എന്നൊക്കെ പറയരുത്. കോഴ്സ് ഫ്രീ 7 ദിവസം എനിക്ക് കോഴ്സ് ഫ്രീ തന്നേക്കണം എന്ന ചലഞ്ച് ഒന്നും എടുപ്പിക്കരുത് എന്നെ കൊണ്ട്. അല്ലേ? നോക്കട്ടെ ഏതെങ്കിലും എടുക്കാൻ പറ്റുന്നു. റെഡി എന്നല്ല, നിങ്ങൾ ഇന്ന് ചലഞ്ച് എടുത്തോ. എന്നിട്ട് നിങ്ങൾ ഒരാഴ്ച അത് ചെയ്യാതെ ശ്രമിച്ചു നോക്കും. യെസ്, സ്വയം സംസാരിക്കുന്ന നിർത്തും. ഞാനും ചോറ് കഴിക്കുന്നില്ല. യെസ്, കറക്റ്റ്. ഇനിയും ഇത് ഭയങ്കര ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇത്ര ചെറുതായിട്ട് കാണണ്ട. നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ഷുഗർ കട്ട് ചെയ്യും. യെസ്, കറക്റ്റ്. ഗുഡ്. ഷുഗർ കട്ട് ചെയ്യും. ഷുഗർ ഒഴിവാക്കും, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, കുറക്കുകയല്ല.
കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും. അനു, ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും. സാറിന്റെ കൂടെ ചോറ്, സ്വയം സംസാരിക്കുന്നത്, ബാക്കിയില്ല. ആലോചിക്കും. ഇപ്പൊ ചില ആൾ ആലോചിക്കും എന്താ ഇപ്പൊ ചെയ്യണ്ടേ അല്ലെ. ഇത് ചിന്തിക്കുന്നത് ഒഴിവാക്കും. നടക്കാത്ത കാര്യം പറയല്ലോ ശോഭന. ചിന്തിക്കുന്നൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ചിന്ത നടക്കും, പക്ഷെങ്കില് ഓവർ ചിന്തകൾ ഒഴിവാക്കാം. സൗമ്യഭാവന ദേഷ്യമുണ്ടാവില്ല, റൈസ് കഴിക്കില്ല, ഓക്കെ. യെസ് യെസ് യെസ്. ചായ കുടിക്കില്ല, ഓക്കെ. ആരോടും ദേഷ്യപ്പെടില്ല, അവോയ്ഡ് റൈസ്. യെസ് 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 യെസ്. കറക്റ്റ്. നോക്കട്ടെ. യെസ് യെസ്. കുട്ടികൾ, ഓക്കെ. എല്ലാവരും എഴുതി വെച്ചു. ഇത് എഴുതി വെക്കണേ. ഞാൻ ഇത് ഓർത്തിട്ട് ഞാൻ അവിടെ നിന്ന് ചോദിക്കും. നിങ്ങൾ കോഴിക്കോട് വരുന്നവരോട് ചോദിക്കും. മാറ്റി പറയരുത്. രജനി ഓൾറെഡി ഭക്ഷണം ചോറ് കഴിക്കില്ലെന്ന് പറഞ്ഞ രജനി വീണ്ടും ചായ കുടിക്കില്ലെന്ന്. അവസാനം നീ ഭക്ഷണം ഇല്ലാതാകുമല്ലോ ഒരാഴ്ച കഴിയുമ്പോൾ. അത് പറ്റില്ല. പോസിറ്റീവ് കാര്യങ്ങൾ പറയും. ഓക്കെ, ശരി. അതൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. ഇനി ഞാൻ 2-3 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. നിങ്ങളിപ്പോ എല്ലാവരും വന്നത് കാശിന്റെ കാര്യമല്ലേ അല്ലേ? ജോലി എന്ന് പറഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം സമ്പാദിക്കാൻ വേണ്ടിയല്ലേ? അതല്ലേ ഇന്നത്തെ പോയിന്റ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം സമ്പാദിക്കാൻ ഒരു രഹസ്യം ആണ് നിങ്ങളോട് പറയുന്നത്. ഇത്രയും കാലം ക്ലാസ്സിലിരുന്ന് നിങ്ങളോട് ടൈപ്പ് ചെയ്യാൻ റെഡി ആയിക്കോ. നല്ല ചോദ്യങ്ങളാണ് കുറച്ച്. ഇത്രയും അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത്. ഇത്രയും കാലം ക്ലാസ്സിലിരുന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സമ്പത്തിന്റെ വിഷയം നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന്റെ യഥാർത്ഥ കാരണം എത്ര പേർക്ക് പറയാൻ പറ്റും? യഥാർത്ഥമായ ഭൗതികമായ കാര്യമല്ല, ആന്തരികമായ കാര്യം, നിങ്ങളുടെ അകത്തുള്ള കാര്യം, പുറത്തെ കാര്യമല്ല. നിങ്ങളിൽ കാശ് അല്ലെങ്കിൽ പണം, സമ്പത്ത് എത്താത്തതിന്റെ അല്ലെങ്കിൽ നിലനിൽക്കാത്തതിന്റെ, ലഭിച്ചാൽ അത് അനുഭവിക്കാൻ സാധിക്കാത്തതിന്റെ യഥാർത്ഥ കാരണം, ആന്തരികമായി നിങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണ്? മനസ്സ് ശാന്തമായി പറഞ്ഞു. നെഗറ്റീവ് മൈൻഡ്, പണത്തോടുള്ള പേടി, നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ ചിന്തകൾ, ശരിക്കും ഇതെല്ലാം ഉള്ള ഒരു യെസ് 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 യെസ്. പോരട്ടെ, എല്ലാവരും പോരട്ടെ. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് എടുത്തുകൊണ്ട് കാര്യമുള്ളൂ കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് വരുന്നുണ്ട്. യെസ് യെസ് യെസ്. ബ്ലോക്ക്, സ്നേഹിക്കണം, എനർജി ഇല്ലാത്തത്. യെസ് യെസ് യെസ്. മനത്തോടുള്ള പേടി, വിഷ്വലൈസേഷൻ ഇല്ലാതെ മനസ്സ് ബ്ലോക്ക് ആയത്. യെസ് യെസ് യെസ്. ഫ്രീക്വൻസി, യെസ്. മനസ്സിന്റെ വലിപ്പമില്ലാത്തത്. വലിപ്പോ പണത്തെ പോസിറ്റീവായി അട്രാക്ട് ചെയ്തില്ല. കറക്റ്റ്. ഓക്കെ. ചെലവ് കൂടുതൽ, വരുമാനം. യെസ്. ചെലവ് കൂടുതൽ, വരുമാനം കുറവ്. ഞാൻ ചോദിച്ചത് യാഥാസ്ഥികതയല്ല, ആന്തരികാവസ്ഥയാണ്. ചിന്തകൾ എത്ര കിട്ടിയാലും ഈ ചെലവ് കൂടുതൽ, വരുമാനം കുറവ് എന്നൊക്കെ പറഞ്ഞ ഒരു വളരെ തെറ്റായ ഒരു പരിപാടി കേട്ടോ. കാൽക്കുലേഷൻ കറക്റ്റ് ആവുന്നില്ല. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് പോസിറ്റീവ് എനർജി ഇല്ല, ലാക്ക് ഓഫ് എനർജി. യെസ് യെസ്. ഓക്കെ. ഇത്രയും കുറേ ആള് പറഞ്ഞു, ഉത്തരം കറക്റ്റ് ആണ്. കുറേ ആള് മറ്റൊരു രീതിയിൽ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നിങ്ങളെ സംബന്ധിച്ച് എന്താണ് ഈ സമ്പത്ത് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഇറ്റ്? സമ്പത്ത് എന്തിലാണ് നിങ്ങൾ സമ്പത്തിനെ അളക്കുന്നത്? എന്താണ് സമ്പത്തിന്റെ അടിസ്ഥാന മാനദണ്ഡം? ആക്ച്വലി, അല്ലെങ്കിൽ എന്താ പറയുക, എന്താണ് സമ്പത്ത് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ഇറ്റ്? അതെന്താണ്? അത് കഴിഞ്ഞ് എന്താണ് സമ്പത്ത്? അടുത്ത ചോദ്യം, എന്താണ് സമ്പത്ത്? സമ്പത്ത്, സമൃദ്ധി. യെസ്. സമ്പത്ത്, സമൃദ്ധി എന്നൊക്കെ പറഞ്ഞ എന്താണത്? എനർജി അല്ലേ? ഇതൊരു എനർജി മാത്രമാണ്.
അല്ലേ? ഒരു എനർജി മാത്രമാണ് സമ്പത്ത്. മറ്റേത് ഉത്തരം പറഞ്ഞാലും എല്ലാം അതിന്റെ ബാക്കി എഫക്റ്റുകൾ മാത്രമാണ്. ഊർജം. സമ്പത്ത് എന്ന് പറയുന്നത് ഊർജം മാത്രമാണ്. അപ്പൊ സമ്പത്ത് നമ്മളിൽ ഇല്ലാതിരിക്കുന്നു, നമ്മളിൽ കൃത്യമായി വരുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? വരുമാനം കുറവ്, ചെലവ് കൂടുതൽ എന്നാണോ അതിന്റെ അർത്ഥം? അല്ലല്ലോ. ആ എനർജി നമ്മളിൽ മെയിൻറ്റെയിൻഡ് അല്ല, ബാലൻസ്ഡ് അല്ല എന്നല്ലേ അതിന്റെ അർത്ഥം. വരുമാനം കുറവ്, ചെലവ് കൂടുതൽ എന്ന് പറഞ്ഞാൽ വരുന്ന എനർജി കുറവ്, പോകുന്ന എനർജി കൂടുതൽ. ഇതല്ലേ ഇതിന്റെ മറ്റൊരു അർത്ഥം. അപ്പോൾ സമ്പത്ത് നമ്മളിൽ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന എനർജി അലൈൻഡ് അല്ല, കുറവാണ്, അല്ലെങ്കിൽ തീരെ ഇല്ല എന്ന അവസ്ഥയല്ലേ ഉള്ളത്. ഇതല്ലേ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളിൽ സമ്പത്തില്ല, നിങ്ങൾക്ക് സമ്പത്തില്ല എങ്കിൽ അതിന്റെ അർത്ഥം സമ്പത്തിന്റെ എനർജി നിങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. സമ്പത്തിന്റെ എനർജി, ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറഞ്ഞു. സമ്പത്തിന്റെ എനർജി നിങ്ങളിൽ ഇല്ല. എന്തുകൊണ്ടാണ് നമ്മളിൽ സമ്പത്തിന്റെ എനർജി ഇല്ലാതെ പോകുന്നത്? എനർജിയുടെ അബൻഡൻസ് ആയിട്ടുള്ള സാധനമാണ് എനർജി. ഇതെല്ലാം അവൈലബിൾ ആണ്. സമ്പത്ത് ആരുടെയും ഒരാളുടെ കയ്യിൽ ഇരിക്കുന്ന സാധനമാണോ? ആരുടെയെങ്കിലും കയ്യിൽ കെട്ടിക്കിടക്കുന്ന സാധനമാണോ ഈ സമ്പത്ത് എന്ന് പറയുന്നത്? അല്ലല്ലോ. അതൊരു നോട്ട് രൂപത്തിലൊക്കെ കിടക്കുന്നുണ്ടാവാം, പക്ഷെ യഥാർത്ഥത്തിൽ അതാണോ സമ്പത്ത്? ആരുടെയും കയ്യിൽ കെട്ടിക്കിടക്കുന്ന സാധനമല്ല, അബൻഡൻസ് ആയിട്ട് യൂണിവേഴ്സിൽ ഉള്ള ഒരു തത്വമാണ്. ഇപ്പൊ ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞില്ലേ പുഷ്പലത? പിന്നെ പറയുന്ന കാര്യം കണക്കുകൂട്ടുകൾ തെറ്റിപ്പോകുന്നു സാർ, അതുകൊണ്ട് കൃത്യമോ ഒന്നും ചെയ്യാൻ പറ്റുന്നത്. ഇത് കഴിഞ്ഞ് എന്താണ് ഈ കണക്കുകൂട്ടൽ തെറ്റുന്ന? എന്താണ് ഈ കണക്കുകൂട്ടൽ എന്ന് പറഞ്ഞത്? എന്തിനെയാണ് ഈ കൂട്ടുന്നത്? എനർജി അലൈൻ ചെയ്യാൻ പറ്റും. അതിന്റെ മറ്റൊരു രൂപം എനർജി അലൈൻഡ് അല്ല എന്നാണ്. കണക്ക് കൂട്ടുകൾ തെറ്റെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂട്ടുന്ന കണക്ക് നിങ്ങളുടെ എനർജിയും രണ്ടും രണ്ടാണ്. നിങ്ങൾ 100നെ പറ്റി കണക്ക് കൂട്ടുന്നു, പക്ഷെ നിങ്ങളിൽ ഉള്ളത് 1ന്റെ എനർജിയാണ്. പിന്നെ കൂട്ടിക്കൊണ്ട് എന്താ കാര്യമുള്ള? ഇതാണ് സംഭവിക്കുന്നത്. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനർജി നമുക്ക് യഥാർത്ഥത്തിൽ എന്താ ചോദിച്ചാൽ, ഞാനിപ്പോ യഥാർത്ഥത്തിൽ എനർജി നമുക്ക് ഇല്ലാതിരിക്കുക, ബാലൻസ് ആവാനുള്ള പ്രധാന കാരണം നമ്മളുടെ മാനസികമായ അല്ലെങ്കിൽ നമ്മളുടെ യഥാർത്ഥ എനർജിയും നമുക്ക് ആവശ്യമുള്ള എനർജിയും തമ്മിൽ അലൈൻഡ് അല്ല. അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ വണ്ടി മേടിച്ചു വെച്ചിരിക്കുന്നു. എന്തിനാണ്? നല്ല റോഡിലെ പോകാനുള്ള നല്ല വണ്ടി മേടിച്ചു വെച്ചിരിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നു നല്ല റോഡിലെ സ്വസ്ഥമായി പോകുന്ന നല്ല അടിപൊളി വണ്ടി നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് റോട്ടിലേക്ക് ഇറങ്ങുന്ന വഴി ദുർഘടം പിടിച്ചതാണ്. കുന്നും മലയും അല്ലെങ്കിൽ കല്ലുകളും മുള്ളുകളും എന്താ പറയാ, വലിയ വലിയ കുഴികളും ഒക്കെ ഉള്ളൊരു റോഡാണ് നമ്മളെ വീട്ടിന് മുമ്പിൽ ഉള്ളതെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കുന്ന എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നല്ലൊരു ബെൻസ് കാറ് മേടിച്ചു. അതായത് ഞാൻ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ക്ലാസ്സിലൊക്കെ ഒന്ന് വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്ത്, ഹിപ്നോസിസ് ഓഫ് അട്രാക്ഷൻ ചെയ്ത്, അല്ലെങ്കിൽ മണി മാനിഫെസ്റ്റേഷൻ ചെയ്ത് നല്ല അടിപൊളി വിഷ്വലൈസേഷൻ സെറ്റ് ചെയ്തു. മണിയെ പറ്റി നല്ല വിഷ്വലൈസേഷൻ, നല്ല അഫർമേഷൻ ഒക്കെ എഴുതി റെഡിയാക്കി. ബെൻസ് കാറ് നമ്മൾ മേടിച്ചു. പക്ഷെ അകത്തിരിക്കുന്ന സാധനം ആ റോഡ് എന്താ പറയാ, ഹൈ റേഞ്ചിൽ മാത്രം കാണപ്പെടുന്ന റോഡുകളാണ്. ഒരു കരിങ്കല്ല്, ഒരു കുഴി, പിന്നെ ഒരു കരിങ്കല്ല്, മറ്റൊരു കുഴി, പിന്നെ കുറച്ച് നല്ല സ്ഥലം. പക്ഷെ ഒരു അര മീറ്റർ നല്ല സ്ഥലം, അര മീറ്റർ പോസിറ്റിവിറ്റി, പിന്നെ അടുത്ത അര മീറ്റർ വലിയ ഗർത്തം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അര മീറ്റർ, നേരത്തെ പറഞ്ഞില്ലേ ആൾക്കാര്, ഞാൻ ആൾക്കാരെ കാണുമ്പോൾ നല്ല പോസിറ്റീവാണ്. ഇന്ന് രാവിലെ ക്ലാസ്സിൽ പറഞ്ഞാണ്, സാറേ ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് ആവാൻ പറ്റും, പക്ഷെ വീട്ടിലെത്തിക്കുമ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോകുന്നു. അപ്പൊ ആൾക്കാരെ കാണുന്ന അര മീറ്റർ നേരം നല്ല റോഡ്, നല്ല തരിശായ നല്ല പ്രതലം, അവിടുന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു കുഴി. എന്തായിരിക്കും വണ്ടിയുടെ യാത്ര? ആ വണ്ടികളുടെ യാത്ര എങ്ങനെയിരിക്കും? ആ വണ്ടി കൊണ്ട് ആവശ്യം ഉണ്ടാവും. പിന്നെ ഇതൊന്നും നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ സമ്പത്തുമായിട്ട് ഇതൊന്നും ശരിക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ, എന്താ സംഭവിക്കാന്ന്? ആ വണ്ടി വല്ല കാര്യം ഉണ്ടാവും? പിന്നെ ഒരു കാര്യമില്ല. അതിന്റെ ഷോക്ക് അബ്സറും പോവും, കാര്യം പോവും, ഇതും പോവും. അപ്പോ ഇതും ഇവിടെ കണക്ട് ചെയ്യുക. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാം കിട്ടും. പക്ഷേ ബാലൻസ് ചെയ്യാൻ പറ്റില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഈ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ സമ്പത്ത് വരും, ഒരു വരവങ്ങ് വരും. അര മീറ്റർ നല്ല റോഡ് പറഞ്ഞില്ലേ, ആ നല്ല റോഡിലേക്ക് ഒറ്റ വരവ് വരും. എങ്ങനെ തരുമോ?
ലോട്ടറി അടിച്ചിട്ടും ചിട്ടി അടിച്ചിട്ടും ഒക്കെ ഒരു വരവങ്ങ് വരും. പക്ഷെ അടുത്തത് വലിയ കുഴിയാ, അങ്ങ് പോവും. പിന്നെ അടുത്തത് വീണ്ടും ചിലപ്പോ ഒരു കുന്നായിരിക്കും, അല്ലെ ഒരു കല്ലായിരിക്കും. ആ കല്ല് ശ്രദ്ധയോടെ കാല് വെക്കും, അല്ലെ ശ്രദ്ധയോടെ വണ്ടി ഒരു ടയറങ്ങ് കയറ്റും. അപ്പോഴേക്കും മനസ്സിലാവും അപ്പുറത്തെ ടയറ് താഴെയാണ് കിടക്കുന്നതെന്ന്. ഇവിടെ കാശുണ്ടാക്കി വെക്കും, ഒരു ഹോസ്പിറ്റൽ കേസ് വരും, കംപ്ലീറ്റ് ഒറ്റപ്പൊക്കെ അങ്ങോട്ട്. വീണ്ടും അവിടുന്ന് പിടിച്ച് പതുക്കെ കയറും. അപ്പുറത്ത് വരുമ്പോ നല്ലൊരു കുന്നൊക്കെ, ഒരു നല്ല ഒരു എന്താ വെള്ളം വരാൻ ഒഴിവ് പോകാനായിട്ട് റോട്ടിലൊക്കെ ഇങ്ങനെ കെട്ടി വെക്കൂലേ, അങ്ങനെ ഒരു സാധനം വരും. നല്ല ലെവലാണ്, ഒരു കയറ്റം കയറും, അപ്പുറത്തെ ടയർ ടക്ക് അകത്തോട്ട് പോകും. തീർന്നില്ലേ? ഇതാണ് ലൈഫ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പലരും ഇവിടെ കാശ് ഉണ്ടാക്കുന്നവരുണ്ട്, സമ്പത്ത് ഉണ്ടാക്കുന്നവരുണ്ട്, ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ എനർജി മെയിൻറ്റെയിൻ ചെയ്ത്, ഞാൻ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന സാധനമാണ്. ഇതുവരെ ശരിക്കും സത്യം പറഞ്ഞ മണി മാനിഫെസ്റ്റേഷൻ ഇതുവരെ പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം ഈ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ, ഇതിലേക്ക് അവരുടെ മനസ്സിനെ അലൈൻ ചെയ്ത് എടുത്താൽ മാത്രമേ പിന്നെ എനിക്ക് വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവിടേക്ക് എത്തുന്നില്ല എന്നുള്ള സത്യം. അവിടെ എത്തുമ്പോഴേക്കും ക്ഷമ, നേരത്തെ പറഞ്ഞില്ലേ, വേണ്ട ഒരു സാധനമുണ്ട്. ക്ഷമയോടെ ഈ സാധനത്തെ എത്തിക്കാൻ പറ്റണം. അത് പറ്റാത്തതാണ് വിഷയം. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇത് ശരിക്കും ഇത്തരം വിഷയങ്ങളിലുള്ള ആൾക്കാർ എങ്ങനെ ഈ ബാലൻസിങ് നിലനിർത്തും, ഇതിന് ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രാണ സ്റ്റോൺ. ഞാൻ കൃത്യമായി 7 പീസുകളുള്ള 7 തരം കല്ലുകളെ, ഒന്നല്ല ഇതിലുള്ള 7 തരം കല്ലുകളെ കട്ട് ചെയ്ത് കൃത്യമായി അതിന്റെ ഷേപ്പ് വരുത്തി. ഇത് സാധാരണ ഷേപ്പ് അല്ലല്ലോ അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മറ്റൊരു ഷേപ്പിലും ഇതുപോലെ ഉണ്ടാവില്ല. നമ്മൾ ആദ്യത്തെ കല്ലിൽ തന്നെ അത്രയും റിസൾട്ടുകൾ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ അവരെടുത്ത കല്ലിനെ ഇവിടുന്ന് എനർജി പാസ് ചെയ്തിട്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ച് പലർക്കും ആദ്യം ഒരു കല്ല് തോട്ടത്തിൽ നിന്ന് എടുത്തുകൊണ്ടെന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തത്, എന്നിട്ട് റിസൾട്ട് എടുത്തിരുന്നു. പക്ഷെ അപ്പോഴെന്താന്ന് വെച്ചാല് അവിടുന്ന് രണ്ടാമത് മനസ്സിലായി, കോഴിക്കോട് പ്രോഗ്രാം, കൊച്ചി നമ്മുടെ തൃശ്ശൂർ പ്രോഗ്രാം മൊത്തം 2 സ്റ്റോണുകളായി, സമ്പത്തിന് വേറെ, മറ്റു കാര്യങ്ങൾക്ക് വേറെ എന്നാക്കി. അപ്പൊ അത് കൊണ്ടു നടക്കാനുള്ള ഒരു പ്രാക്ടിക്കൽ വിഷയം മനസ്സിലാക്കിക്കൊണ്ട് 7 കാര്യങ്ങളെയും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റോൺ ആണ് നമുക്കുണ്ട്. ഞാൻ സ്റ്റോണിനെ പറ്റി കൂടുതൽ യൂട്യൂബ് വീഡിയോയിൽ പറയില്ല എന്ന് കരുതിയിരിക്കാം, കാരണം ഇത് മിസ്യൂസ് ചെയ്യപ്പെടാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പൊ ഇത് പറഞ്ഞു വന്നത്, ഇത് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ, കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥ വിഷയം എന്താണെന്ന് കാണും, മനസ്സിലാവും നിങ്ങൾക്ക്. നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ അന്നേരം തന്നെ അവരോട് ചോദിച്ചു, ചുവന്നത് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു. ഈ സ്റ്റോണിന്ന് ചുവന്ന് നടന്നുപോയി. നിങ്ങൾക്ക് എന്ത് അസുഖം ഉള്ളതാണെന്ന് ഞാൻ ചോദിച്ചു. അന്നേരം എന്ത് അസുഖമാണ് നിങ്ങൾക്കുള്ളത്? എനിക്ക് മറന്നുപോയിരുന്നു, അവരെന്നോട് പറഞ്ഞതാണ് എന്ത് അസുഖമാണുള്ളതെന്ന് പറഞ്ഞു. കൃത്യമായി ചുവപ്പിന്റെ അർത്ഥം അത് കറക്റ്റ് അവിടെ കാണിച്ചു, ആ സാധനം പൊട്ടിപ്പോയത്. ഇതേപോലെ മറ്റൊരാൾ നമ്മൾ ഇവിടെ സംഭവിച്ചു. നമ്മൾ സ്റ്റോൺ കയ്യിൽ വെച്ചിട്ട് തെറിച്ചുപോയി, എങ്ങോട്ട് പോയി എന്നല്ല, തെറിച്ചുപോയി. പിറ്റേ ദിവസം സ്റ്റോൺ കയ്യിൽ വെച്ച് സ്റ്റോൺ തെറിച്ചു പോയ ഒരാളുണ്ട്. പിറ്റേ ദിവസം അവർക്ക് മുമ്പിലൂടെ കിടിലം ഒരു ആക്സിഡന്റ് സംഭവിച്ചു, നല്ലൊരു ആക്സിഡന്റ് സംഭവിച്ചു, സ്റ്റോൺ കയ്യിൽ നിന്ന് പോയതിന്റെ പിറ്റേ ദിവസം. പക്ഷെ ദൈവാധീനം കൊണ്ടൊന്നും സംഭവിച്ചില്ല, ഒന്നും കാര്യമായിട്ട് സംഭവിച്ചില്ല. പക്ഷെ അവര് മുമ്പിലൂടെ അത് ശരിക്കും പോയി. ഇത് ഇത് ഈ സ്റ്റോൺ കൊണ്ട് വേറൊന്നും അല്ല പറയുന്നത്, ഇവിടെ മാജിക് ഒന്നും കാണിക്കാനല്ല പറഞ്ഞത്. അതിൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ സോൾ എനർജിയെ നിങ്ങൾക്ക് ആവാഹിച്ചു വെക്കാനുള്ള സാധനമാണ്. നിങ്ങളുടെ സോൾ എനർജി, നിങ്ങളുടെ ഒറിജിനൽ, അല്ലാതെ ഇവിടെ വേറെ ഒന്നും നിങ്ങളെ പതിക്കണ്ട. എന്തൊക്കെ വേറെ വ്യാഖ്യാനങ്ങളൊന്നും ഞാൻ പോകുന്നില്ല, അതൊന്നും എന്റെ ഉത്തരവാദിത്തം, എന്റെ ഡ്യൂട്ടി അല്ല, എന്നെ ഏൽപ്പിച്ച കാര്യവുമല്ല. നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കാതെ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ആരും വിചാരിക്കേണ്ട സ്റ്റോൺ മേടിച്ചു വെച്ചിട്ട് കാശ് കൈ വരുന്നു. പണിയെടുത്താൽ കാശ് കിട്ടും, നിങ്ങൾ അധ്വാനിക്കാതെ ഒന്നും കിട്ടുമെന്ന് ഒരാളും വിചാരിക്കേണ്ട. അങ്ങനെ ചിന്തയുമായിട്ട് ഇങ്ങോട്ട് വന്ന് കാര്യമില്ല. അത് പറയേണ്ടതാണ് വേണം, കാരണം അത് പറഞ്ഞു പോവുക തന്നെയാണ്. അപ്പോ നമ്മൾ കൃത്യമായി ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്ന ആക്ഷൻ. ഇപ്പൊ നേരത്തെ ഞാൻ കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു നിങ്ങളോട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാര്യങ്ങൾ. നമ്മുടെ വറീസ് ആണ്
നമ്മുടെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞു, ഇതും കൂടി മനസ്സിലാക്കാം. നിങ്ങൾ എല്ലാവരും പറഞ്ഞു, എല്ലാവരും എനർജിയാണ് നമുക്ക് ഇതിനകത്തുള്ളത് എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ എന്താണ് ഈ എനർജി എന്ന് മനസ്സിലാക്കണം. മണി വരാതിരിക്കേണ്ട കാരണം എനർജിയാണെന്ന് നിങ്ങൾ പറഞ്ഞു. എന്താണ് ഈ എനർജി? എന്തിൽ നിന്നാണ് എനർജി ഉണ്ടാവുന്നത്? എനർജി ഉണ്ടല്ലോ സാർ, ഞാൻ നല്ല അത്ലറ്റ്സ് ആണല്ലോ, ഞാൻ നന്നായി ഓടുന്ന ആളാണല്ലോ, ഞാൻ ചാടുന്ന ആണല്ലോ, അവർക്ക് എനർജി ഉണ്ടല്ലോ. ഇവിടെ എന്താണ് ഈ എനർജി എന്ന് പറയും? ഇതിലേക്ക് കൊടുക്കുന്ന എനർജിയും നിങ്ങളിലെ എനർജിയും എങ്ങനെയാണ് ബാലൻസ് ചെയ്യപ്പെടുന്നത്? എന്താണ് ചെയ്യുന്നത്? എന്താണ് ഈ എനർജി എന്ന് പറഞ്ഞാൽ? നമ്മുടെ സമ്പത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കുറയാനുള്ള യഥാർത്ഥ കാരണം 3 കാര്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത്. അതെന്തൊക്കെയാണെന്നറിയോ? 3 കാര്യങ്ങളാണ് നമ്മുടെ ലോ എനർജിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ലോ എനർജി എന്ന് പറഞ്ഞാൽ ലോ മണി എന്നാണ് അർത്ഥം. ലോ മണി. ലോ എനർജിയിലേക്ക് പോകുന്ന 3 നെഗറ്റീവ് ചിന്തകളാണ്. ഒന്ന് ഭയം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എത്ര പേര് ഭയത്തെ പറ്റി ടൈപ്പ് ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ഒന്ന് ഭയം. രണ്ടാമത്തത് വറീസ്. എന്താണ്? നാളത്തെ പറ്റിയിട്ടുള്ള ചിന്തകൾ. എന്ത് സംഭവിക്കുമെന്നറിയില്ല. മൂന്നാമത്തത് നിരാശ, ഗിൽറ്റ് എന്ന് പറയുന്ന സാധനം. ഇത് ഏറ്റവും ലോ എനർജി സാധനങ്ങളാണ്. ഈ 3 സാധനങ്ങൾ ഉള്ളവർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, പണമില്ലാത്ത, സമ്പത്ത് കയ്യിലില്ല എന്ന് പറയുന്നവരെല്ലാവരും ഈ 3 കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കുന്നവരായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 7 എണ്ണം ബാലൻസ് ചെയ്തുകൊണ്ട് ഈ സാധനം കൊടുക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള സമയം തരാം. ഈ സ്റ്റോൺ കയ്യിലുള്ള ഒരാൾ അൺമ്യൂട്ട് ചെയ്യുക. ഇത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? എന്താണ് നിങ്ങളിൽ ഉണ്ടാകുന്നതെന്ന് പറയാവൂ. ഇത് കയ്യിൽ പിടിക്കുമ്പോൾ ശരി എന്നൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഇത് കയ്യിൽ പിടിക്കുമ്പോൾ ശരി എന്താണ് ഉള്ളത്? ശരിക്ക് എന്താ തോന്നുന്നത്? സാറേ, ഇത് കയ്യിലെടുക്കുമ്പോ എന്തോ ഒരു എനർജി എനിക്ക് ഇങ്ങനെ മേളിക്കൂടി ശരീരത്തിലോട്ട് ഇങ്ങനെ വരും. ഒരു ദിവസം ഞാൻ ഒരു ദിവസം എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ. ഈ സ്റ്റോൺ എടുത്ത് പിടിച്ച് ഞാൻ കുറെ നേരം കണ്ണടച്ചിരുന്നപ്പോ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഇങ്ങനെ അങ്ങ് വട്ടത്തിൽ കറങ്ങും. എനിക്ക് പക്ഷെ ആ സ്റ്റോൺ താഴെ വെക്കാനേ തോന്നിയില്ല. ഇങ്ങനെ അങ്ങ് ഇരിക്കാൻ എന്തോ ഒരു ആനന്ദമായിരുന്നു. അതെനിക്ക് പിന്നെ ഒരു തവണ പോലും അത് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഈ സ്റ്റോൺ കയ്യിലില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ണടച്ച് യൂണിവേഴ്സിനോട് പറയുമ്പോൾ ഈ എനർജി എനിക്ക് കയറുന്ന എനിക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് ഒത്തിരി നേരം നിൽക്കത്തില്ല. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. ഇത് കയ്യിൽ പിടിക്കുമ്പോൾ ഭയം, നിരാശ, കുറ്റബോധം ഇതൊക്കെ നിങ്ങളിൽ ഉണ്ടാകുന്നു, ഇതൊക്കെ മാറിപ്പോകുന്നു. എനിക്ക് ഭയം ഒന്നും ഉണ്ടാകുന്നില്ല. എനിക്കെന്തോ ഒരു സമാധാനമാണ് ഉണ്ടാകുന്നത്. ഭയമൊന്നും എനിക്കില്ല. ഇത് പിടിക്കുമ്പോ എനിക്ക് എന്തൊരു സമാധാനമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഭയമില്ല, കുറ്റബോധമില്ല, പശ്ചാത്താപം, ഇങ്ങനത്തെ എല്ലാം ഒഴിഞ്ഞു മാറി ഒരു ധൈര്യമാണ് നമുക്ക് അവിടെ വരുന്നത്, അല്ലെ? ഒരു സന്തോഷം, ഒരു സമാധാനം, ഭയങ്കര ഒരു സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത് ഇത് അനുഭവത്തിൽ പറയുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എനർജി കൂടുക എന്ന് പറഞ്ഞ് എന്ത് കൂടുമ്പോഴാണ് എനർജി, എന്ത് ഉണ്ടാകുമ്പോഴാണ് എനർജി കൂടുന്നത്? നമ്മൾ എപ്പോഴാണോ സന്തോഷത്തിലും സമാധാനത്തിലും ഇരിക്കുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് ഹൈ വൈബ്രേഷൻ ഉണ്ടാവുകയുള്ളൂ. ഇല്ലാത്തടത്ത് ഹൈ വൈബ്രേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഹൈ വൈബ്രേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സന്തോഷവും സമാധാനമായിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. അപ്പൊ സന്തോഷവും സമാധാനവും നമുക്ക് തരുന്ന ഒരു വസ്തു എന്താണോ അത് നമ്മളുടെ കയ്യിൽ ഉണ്ടായി കഴിഞ്ഞാൽ, എനിക്ക് അബിതയുടെ കൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ അബിതൊക്കെ വേറെ കഥകളൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. സാധനം വീട്ടിലെത്തിയ സമയത്ത് അത് ഇതൊന്നുമല്ല, സാധാരണ അവിടുന്ന് പോയി പറമ്പ് നിന്ന് എടുത്തിട്ട് വന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അവിടേക്ക് ഞാൻ ഹീൽ ചെയ്ത് കൊടുത്ത എനർജി കൊണ്ടാണ് ആ ഒരു ഫാമിലി തന്നെ മാറിക്കൊണ്ട് മുമ്പിലോട്ട് പോകുന്നുള്ളത്. അത്രയും കാര്യങ്ങൾ ഹീൽ ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ഈ എനർജിയെ പാസ് ചെയ്ത് തരാൻ പറ്റും. പക്ഷെ എനർജിയെ പാസ് ചെയ്ത് വരുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ സ്റ്റോൺ ഇത്രയും കൊണ്ടുവന്ന് വെച്ചാൽ ഓരോന്നിനും വേണ്ടി ഓരോ എനർജി പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിനകത്ത്. അല്ലെങ്കിൽ മറ്റേ വൈറ്റ് സ്റ്റോണിലാണെങ്കിൽ ഒരു എനർജിയെ കൊടുക്കാൻ പറ്റുള്ളൂ, ബ്ലാക്കിലാണ് ഒരു എനർജിയെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ 7 കാര്യങ്ങൾക്കും 7 എനർജി പാസ് ചെയ്താൻ പറ്റും. അപ്പോൾ സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ 5 കാര്യങ്ങൾ ബാലൻസ് ചെയ്യണമെന്ന് ഞാൻ പറയാം. നമ്മൾ 5 കാര്യങ്ങൾ മാത്രം എടുക്കും തൽക്കാലം. സമ്പത്ത് ഉണ്ട്. ഒന്ന് സമ്പത്ത്, ആരോഗ്യം, ധനം, സമ്പത്ത്, ആരോഗ്യം, ബന്ധങ്ങൾ, ആത്മീയത, വിനോദം. ഇതെല്ലാം ബാലൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ സന്തോഷം ഉണ്ടാവുക. ഇത് സമാധാനം ഉണ്ട്. ഈ സമാധാനം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഉണ്ടാക്കുന്ന ഒരു സമ്പത്തിനും, ഞാൻ വീണ്ടും 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 റിപ്പീറ്റഡ് ആയി നിങ്ങളോട് പറയുന്നു, ഒന്ന് ശ്രദ്ധിക്കൂ, അല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമ്പത്തിനും അവിടെ നിലനിൽപ്പുണ്ടാവില്ല. പൈസ വരും, അങ്ങനെ പോകും. നമുക്ക് സമാധാനമുണ്ടോ?
പൈസ വന്നത് ഇരട്ടിച്ചുകൊണ്ടേയിരിക്കും. സമ്പത്ത് ഇരട്ടിച്ചുകൊണ്ടേയിരിക്കും. ആരോഗ്യം നന്നാവും, ബന്ധങ്ങൾ നന്നാവും, എല്ലാം നന്നാവുന്നത് നമ്മൾ സന്തോഷത്തിലൂടെ ഇരിക്കുമ്പോൾ മാത്രമാണ്. ആൾക്കാർ, നേരത്തെ ശില്പ പറഞ്ഞില്ല, ആൾക്കാർ വന്ന് ചോദിക്കും, എന്താ നിനക്ക് മാറ്റം വന്നത്, എവിടെയാ മാറ്റം വന്നത് എന്ന് പറയും. അപ്പോ ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞു, നിങ്ങൾ വൈബ്രേഷനെ പറ്റി പഠിക്കണം. അത് എങ്ങനെ അങ്ങനെ അതിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കണം. അത് എത്തണം. ശില്പ നേരത്തെ പറഞ്ഞ ജേണി ടു ഹാപ്പിനെസ്സിലെ പോലെ പോകുമ്പോൾ ഇത് മനസ്സിലാക്കി ചെയ്യുമ്പോൾ, ഞാനിവിടെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് കൃത്യമായി ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് ബാലൻസ് ചെയ്ത് കയ്യിൽ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ശലി ഇപ്പൊ പറഞ്ഞത് പിടിച്ചു നിന്നോളൂ. 2-3 മാസം കഴിഞ്ഞിട്ട് ശലിയോട് തന്നെ ഇതേ ചോദ്യം ചോദിച്ചാൽ, ജേണി ടു ഹാപ്പിനെസ് കോഴ്സ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ശലി പറയുന്ന ഇത് ഉത്തരം ഇങ്ങനെ ആയിരിക്കില്ല, ഇപ്പൊ പറഞ്ഞ പോലെ ആയിരിക്കില്ല. അവർ പറയും, ഞാനിത് പിടിക്കുമ്പോ തന്നെ എന്റെ വൈബ്രേഷൻ അങ്ങ് മാറി. ആ വാക്ക് അവർക്ക് ഇപ്പോ പ്രാക്ടീസ് അല്ല, കോഴ്സ് എടുത്തിട്ട് അവർ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും, സാറേ ഇത് കൈ പിടിക്കുമ്പോൾ എന്റെ വൈബ്രേഷൻ അങ്ങ് മാറി. അപ്പൊ എനിക്ക് സമാധാനമായി, സന്തോഷമായി, സമൃദ്ധിയായി പറയും. അത് പറയണമെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ഈ സംഭവം മനസ്സിലാക്കി ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്താ പറയാ, ആക്സിഡന്റൽ ആയിട്ട് പലതും സംഭവിച്ചെന്ന് വരാം, പക്ഷെ അതിന് നിലനിൽപ്പുണ്ടാവില്ല. നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുമ്പോൾ ഇത് കൃത്യമായി ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോ ഒരു കാര്യം ഇവിടെ നിങ്ങളുടെ ഒരു വിഷയമുണ്ട്, ഇതിനകത്ത് ഞാൻ ഹീൽ ചെയ്ത് റെഡിയാക്കി നിങ്ങൾക്ക് തരാം. പക്ഷെ ഇത് അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാവണ്ടേ? ഇത് അനുഭവിക്കാൻ നിങ്ങൾക്ക് തയ്യാറായില്ലെങ്കിൽ, ഒരു ഏറ്റവും വലിയ വിഷയം, നിങ്ങൾ ഒരു ലോ എനർജിയിൽ നിൽക്കുന്ന ഒരാളും നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഹൈ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് കരുതിക്കോ. ഉദാഹരണത്തിന് പറയാണ്, നിങ്ങൾ ആകെ സെൽഫ് എസ്റ്റീം ഇല്ലാത്ത ഒരാളാണെന്ന് കരുതിക്കോ. നിങ്ങൾക്ക് കുറ്റബോധം, അപകർഷാബോധം, ഇങ്ങനെ പശ്ചാത്താപം, നിരാശയിൽ ഉഴലുന്ന ഒരാളാണെന്ന് കരുതിക്കോ. പക്ഷെ നിങ്ങളുടെ ആഗ്രഹം എവറസ്റ്റിൽ കയറുകയാണ്. അല്ല, നിങ്ങളുടെ ആഗ്രഹം മറ്റെന്തെങ്കിലും 1 കോടി രൂപ, 5-10 ലക്ഷം രൂപ, 25 ലക്ഷം, എങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇത് ഈ എനർജിയുമായിട്ട് ഒരിക്കലും അടുക്കാത്തൊരു സാധനമായിരിക്കും. നിങ്ങൾ ഒന്നും അറിയാതെ എന്നോട് സ്റ്റോൺ ചോദിച്ചു, എനിക്കറിയില്ല, നിങ്ങൾക്ക് സ്റ്റോൺ അയച്ചു തന്നു. സ്റ്റോൺ അയക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുക, എനിക്ക് ബിസിനസ്സിൽ, ഒരു ഉദാഹരണം, ബിസിനസ്സിൽ 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞു തരുന്നു. ഓക്കെ, നമ്മൾ അയക്കുമ്പോൾ നിങ്ങൾ ബിസിനസ്സിൽ 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാനുള്ള രീതിയിൽ ഫീൽ ചെയ്ത് ആ എനർജി സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നു. നിങ്ങൾ ഈ സാധനം പിടിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? തെറിച്ചു പോകും കയ്യിൽ നിന്ന്. കാരണം നിങ്ങളിലുള്ള എനർജി എത്ര ലോ ആ, ഈ സാധനം ഞാൻ തന്നിരിക്കുന്ന എനർജി എത്ര ഹൈ ആ, കയ്യിൽ നിന്ന് തെറിച്ചു പോയി സാധനം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിറച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. വിറച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊച്ചിയിൽ നിന്ന് ഞാൻ അവരെ വിറക്കുന്ന കൈ പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട വിറക്കണ്ട, കൂളായിക്കോളൂ എന്ന് പറഞ്ഞ് നെറ്റി തൊട്ടിട്ടതിന് ശേഷമാണ് അവര് വിറയിൽ നിർത്തിയത്. അത്രയും വിറക്കലുണ്ടാവും. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ തെറിച്ചു പോകും, അത്രയും ഇതാവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു വിഷയം വരുന്നതിന് മുമ്പ് സ്റ്റോൺ മേടിക്കുകയല്ല നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ആ വിഷയമായി കോഴ്സിലേക്ക് വന്നിട്ട് പറയുക, എന്റെ വിഷയം ഇതാണ്, ഇതിന് എന്താണ് പ്രതിവിധി തരേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ 2 പ്രതിവിധിയും പറഞ്ഞു തരുന്നു. ഏത് കോഴ്സ് എടുത്തിട്ട് നിങ്ങൾ എനർജി ഹൈ ആക്കണം, എന്നിട്ട് സ്റ്റോൺ ഉപയോഗിക്കണം. അവിടെ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായി റിസൾട്ട് കിട്ടുള്ളൂ. ഈ റിസൾട്ട് കിട്ടും, അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ഇത് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വരും. ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞില്ലേ, പൊട്ടിപ്പോയതിന് കാരണം വേറൊന്നുമല്ല, ആ സ്റ്റോണിൽ കൊടുത്തിരിക്കുന്ന സംഭവവും അവർക്കുള്ള അവിടുത്തെ മറ്റൊരു കാര്യമാണ്, അവരുടെ ലൈഫ് മറ്റൊരു കാര്യമാണ്. നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത് അവരെ കണ്ട് സംസാരിച്ചതിൽ കൊടുത്താണ്. പക്ഷെ അവരെ വീടിനെ പറ്റിയിട്ടും അവര് ചുറ്റുവട്ടത്തെ പറ്റിയിട്ടും ഒന്ന് പെൻഡിൽ നോക്കിയാൽ മനസ്സിലാവും അവിടെ എന്താ കുടികൊള്ളുന്നതെന്നുള്ളത്, അവിടെയുള്ള എനർജി എന്താണെന്ന്. അത് മനസ്സിലാക്കാതിരുന്ന ഈ സാധനം പൊട്ടിത്തെറിച്ചു. കാരണം അത്രയും എനർജി അതിനകത്തുണ്ടാവും. ഈ പൊട്ടുക എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, എനർജി കൂടുതലും ആകുമ്പോഴാണ് ഇത് ബ്ലാസ്റ്റ് ഓഫ് ആയി പോകുന്നത്. അതുകൊണ്ട് ഞാൻ അവരോട് നേരിട്ട് വിളിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞത്. അപ്പോ ഞാൻ ഇത് ചെയ്യാൻ തീരുമാനിച്ച കാര്യം, സമ്പത്തിന്റെ ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി കോഴിക്കോട് പ്രോഗ്രാമിൽ ഈ സ്റ്റോണിനെ സമ്പത്തിന് വേണ്ടി മാത്രമുള്ള ഒരു മെഡിറ്റേഷൻ വെച്ചിട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് 3 മണിക്ക് ശേഷം അവിടുന്ന് ലൈവായിട്ട് നമ്മുടെ പ്രാണ സ്റ്റോൺ മെഡിറ്റേഷൻ ചെയ്ത് പ്രാണ സ്റ്റോൺ സെറ്റ് ചെയ്തതിന് ശേഷം മണി മാറ്റർ ഉള്ളവർക്ക് വേണ്ടി മാത്രം, മണിയുമായിട്ട് ബ്ലോക്കേജ് ഉണ്ട്, മണി വിഷയമുള്ളവർക്ക് വേണ്ടി മാത്രം
ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മെഡിറ്റേഷൻ അന്ന് ലൈവായിട്ട് കോഴിക്കോട് തരാൻ പോവാണ്. കാരണം അവിടെ മണി എനർജി, നിങ്ങളുടെ മണി എനർജി എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആദ്യം മനസ്സിലാക്കും ഞാൻ എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അതിനനുസരിച്ച് ഇതിനെ മെഡിറ്റേഷനോട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോൾ ഇത് പിടിക്കണു ആ സമയത്ത് ആ എനർജിയിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടും. നിങ്ങൾ ഏത് എനർജിയിൽ ഉണ്ടായാലും കുഴപ്പമില്ല. ഇപ്പൊ ബാബു എന്ന് പറയുകയാണ്, ബാബുവിന്റെ ഏത് എനർജിയാണെന്ന് എനിക്ക് കോഴിക്കോട് നേരിട്ട് കണ്ടാൽ അറിയാൻ പറ്റും, ഏത് കിടക്കണു. അപ്പോ അടുത്തത് ഏത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഇതിന് സാമ്പിൾ ആയിട്ട് ഇന്നലത്തെ നമ്മുടെ പൗർണമി മെഡിറ്റേഷനിൽ 8 പ്രാവശ്യം എഴുതാൻ പറ്റാത്ത ആൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ചില ട്യൂണുകൾ അവിടെ പ്ലേ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയാണത്. അത് അവർക്ക് ശരിക്കും വർക്ക് ചെയ്യുകയും ചെയ്യും. കാരണം അവർക്കുള്ള ലാഗിങ് ഉള്ള എനർജിയെ ബൂസ്റ്റ് ചെയ്യുന്ന സ്പെഷ്യൽ സാധനം അതിനകത്ത് ആഡ് ചെയ്യും. അപ്പൊ ഇതേപോലെ കോഴിക്കോട് പ്രോഗ്രാം ലൈവിൽ നമുക്ക് മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ സിസ്റ്റമായി ആരൊക്കെയാണോ ഇതുമായിട്ടുള്ളത് അത് അവിടെ പറഞ്ഞാൽ മതി, എന്നോട് അന്നേരം പറഞ്ഞാൽ മതി. അവർക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായി ചെയ്തു. കാരണം എനിക്ക് ഒരു കാര്യത്തിലാണ് എനിക്ക് ആകെ ഉള്ള ഒരേ ഒരു ഇത്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിന് ആകെയുള്ള എൻ്റെ ബെനിഫിറ്റ്. അല്ലാതെ നിങ്ങൾ ഇത് കാശ് തരുന്നോ ഇതൊന്നും എൻ്റെ വിഷയമുള്ള കാര്യമല്ല. അത് വിഷയമാണ്, അല്ലാന്നല്ല. കാശ് എല്ലാവർക്കും വിഷയമാണ് അല്ലേ? ആർക്കും കാശ് വേണ്ടാത്തത്? ഇവിടെ കാശ് വേണ്ടാത്തവരുണ്ടോ? ആരും ഇല്ലല്ലോ. പിന്നെ ഞാൻ പഠിപ്പിക്കാത്തത് തെറ്റല്ലേ? അതുകൊണ്ട് കാശ് വിഷയം തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി എന്ന് അറിയുമ്പോൾ മാത്രമേ നിങ്ങൾ നിങ്ങൾ എനിക്ക് തന്ന ആ കാശിന്റെ വാല്യൂ എവിടെയുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഞാൻ പണിയെടുക്കാതെ വാങ്ങിച്ച കാശ് എന്നുള്ളൊരവസ്ഥ വരും. അത് വേണ്ട, അതെനിക്ക് താല്പര്യമില്ല. ഞാൻ നല്ല കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് എത്ര സമയം വേണമെങ്കിലും എടുത്തിട്ട് പഠിപ്പിച്ചു തരാൻ തയ്യാറാണ്. പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണ്. പിന്നെ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളും കർമ്മ സിദ്ധാന്തമൊന്നും ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നില്ല. കാരണം ഇതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതെല്ലാം ചില കേസുകൾ ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന പെൻഡുലം നോക്കിയിട്ട്, കർമ്മവും നോക്കിയിട്ട്, 7 ബ്ലോക്കുകൾ നോക്കിയിട്ട് ഒക്കെയാണ് കണ്ടുപിടിച്ച് പറയുന്നത്. നിങ്ങൾക്ക് അറിയാത്തവർക്ക്, പെൻഡുലത്തെ പറ്റി കൂടുതൽ അറിയാത്തവർക്ക് അറിയേണ്ടി കാണിക്കേണ്ടി വരില്ലാന്ന് തോന്നുന്നു. ഞാൻ 3 ടൈപ്പ് പെൻഡുലമാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് 7 ചക്രാസ് പെൻഡുലം നമ്മൾ ഉപയോഗിക്കുന്നു. ഇത് ശരിക്കും എനർജി നോക്കുന്നു, അത്രയും പവർഫുൾ ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ, ഓരോ ചെറിയ ചെറിയ വിഷയങ്ങളെ ചെറിയ ചെറിയ വിഷയങ്ങളല്ല, പഠിത്തവും മറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യം നോക്കാനായിട്ട് ഉപയോഗിക്കുന്നു. മറ്റൊന്ന് നമ്മുടെ എന്താ പറയാ, നമ്മുടെ പൂർവിക കർമ്മ കാര്യങ്ങളെയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കും. ഇതൊക്കെ കൃത്യമായി എത്തുന്ന സാധനങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ എന്താ വെച്ചാൽ ഇതൊന്നും യൂട്യൂബിൽ പോവാതെ നോക്കണമെന്നാണ്. യൂട്യൂബിൽ അത്രയും പബ്ലിക്കായിട്ട് നമുക്ക് ഇതൊന്നും കാര്യം പറയാൻ പറ്റില്ല. അപ്പൊ ഇതിന് ചില ഭാഗങ്ങളൊക്കെ യൂട്യൂബിൽ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഇന്ന് ഫുള്ളായിട്ട് നാളെ വരില്ല. കാരണം ഇതൊക്കെ നമ്മൾ പബ്ലിക്കിൽ പോകുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി വേണം. കാരണം പബ്ലിക്കിലെ ആൾക്കാർക്ക് ഇതിപ്പോ നിങ്ങൾ ഇത്രയും ആൾക്കാർ ഇരിക്കുന്നവർക്ക് കുറച്ചൊക്കെ ഇതിനെപ്പറ്റി അറിയുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അത് മറ്റൊരു രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. കഴിവതും വീണ്ടും ഞാൻ പറയുന്നു, കഴിവതും കോഴിക്കോട് ലൈവ് വരാൻ സാധിക്കുന്നവർ വരിക. അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ ശ്രമിക്കാം ഒരു പ്രാവശ്യത്തേക്കെങ്കിലും. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് വരാതിരിക്കാം. ഞാൻ റിപ്പീറ്റ് ആയിട്ട് വരണമെന്നും പറയില്ല ആരോടും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ, കണ്ടിന്യൂ ദ സെയിം തിങ്, ഡോണ്ട് ചേഞ്ച് ഇറ്റ്. റിസൾട്ട് ഉണ്ടാക്കണം. റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ മാത്രമേ. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാം, ഞാൻ വീണ്ടും വീണ്ടും പറയും നിങ്ങളോട്, നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കൂ. നിങ്ങൾ ചാടിക്കളിക്കരുത്. ചാടി കളിക്കുന്ന കുരങ്ങ് എപ്പോഴാണ് താഴെ പോകാന്ന് പിടിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ കണ്ടു. ആ ചക്ര ബ്രേസ്ലെറ്റും സെയിം തന്നെയാണ്. ചക്ര ബ്രേസ്ലെറ്റ് 7 ചക്രങ്ങളുള്ള ബ്രേസ്ലെറ്റ് ആണ്. അതിന് ഞാൻ ഇപ്പൊ ഒന്നും പറയില്ല. അത് കോഴിക്കോട് മാത്രമേ ഞാൻ പറയുള്ളൂ. അത് അവിടെ ലൈവായി കാണിച്ചിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ. അതിന് മുമ്പ് ഒന്നും അതിനെപ്പറ്റി ഇതുവരെ ഒരു വാക്കും മിണ്ടിയിട്ടില്ല. അത് എന്തിനാണ്, ആർക്കാണ് ഒന്നും മിണ്ടാത്തത് കോഴിക്കോട് എക്സ്ക്ലൂസീവ് ആയിട്ട് അവിടെ വരുന്നവർക്ക് ഞാൻ കയ്യിൽ ഇട്ട് കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ്. അത് ഇപ്പൊ ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ, ഈ എനർജിയെ പറ്റി സെറ്റ് ചെയ്യുന്നതാണോ, ഈ എനർജി നിങ്ങൾക്ക് ഒരു റിസൾട്ട് തന്നിട്ടുണ്ടോ, ചാടരുത്. കാരണം യൂണിവേഴ്സ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യും. ഈ ടെസ്റ്റിങ്ങിൽ നിങ്ങൾ ജയിക്കാതിരുന്നാൽ നിങ്ങളുടെ ജീവിതം വീണ്ടും പഴയ പോലെ പോകും. 1, 2, 3 മാസം ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവാം. റിസൾട്ട് കിട്ടിയപ്പോൾ ഞാനെല്ലാം പഠിച്ചല്ലോ കുഞ്ഞിരാമ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടുത്ത മിണ്ടാതിരിക്കുന്നിടത്തേക്കോ അല്ലെങ്കിൽ അടുത്തേക്കും ചാടും, അല്ലെങ്കിൽ നിങ്ങൾ മറ്റിടത്തേക്ക് ചാടും. അവിടെ പോകുമ്പോൾ അവിടെ നിന്ന് വേറെ എനർജി നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുള്ളതൊക്കെ അങ്ങോട്ട്
വലിച്ചെടുത്ത് കളയും. എന്നിട്ട് പിണ്ടി പോലെ ഇതൊക്കെ അനുഭവങ്ങളാണ് പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്ന ഒന്നും ഇതെല്ലാം ഞാൻ കണ്ട അനുഭവങ്ങളാണ് പറയുന്നത്. നിങ്ങളിങ്ങനെ വാഴപ്പിണ്ടി പോലെ പുറത്തോട്ട് തള്ളും. വീണ്ടും അവിടുന്ന് നിങ്ങൾ എഴുന്നേക്കും, വീണ്ടും കുറെ കാശ് ചെലവാക്കും, വീണ്ടും നിങ്ങൾ മറ്റെടുത്ത് പോകും, അവിടെയും നിങ്ങൾ ഇത് തന്നെ സംഭവിക്കും. ഈ കർമ്മം ഇങ്ങനെ കിടക്കും. അല്ല, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾ കർമ്മത്തെ ഡൈല്യൂട്ട് ചെയ്യണം. ഒരു സ്ഥലത്തിരിക്കും, അനുഭവിക്കണം. കർമ്മം അനുഭവിക്കാതെ ആർക്കും പോകാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. അതാർക്കും ഒഴിവാക്കി തരാൻ പറ്റില്ല. പക്ഷെ ഒരു സ്ഥലത്താണെങ്കിൽ, ഒരു വഞ്ചിയിലാണ് നിങ്ങൾ തുഴയുന്നതെങ്കിൽ നിങ്ങൾക്ക് തുഴ ശരിക്കും പിടിക്കാൻ അറിയാം. അപ്പൊ നിങ്ങൾ ഒരു കുഴി വീഴുമ്പോഴും തുഴ ശരിക്ക് പിടിച്ചിരിക്കും. മറ്റ് വഞ്ചിയിൽ ചാടി കയറുമ്പോൾ അതിന്റെ ബാലൻസ് നിങ്ങൾക്ക് കിട്ടില്ല, ചടക്കേന്ന് പറഞ്ഞ തലകുത്തി വീഴും. ഇത് മനസ്സിലാക്കുമോ നിങ്ങൾ? ഞാൻ ഇവിടെ ഇരിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് ഒരു സ്ഥലത്തിരിക്കും, ചാടരുത്. ഇവിടെ ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായി പറയാം. നിങ്ങൾ ആരെന്നെ ബാലൻസ് ചെയ്യാൻ ചലഞ്ച് ചെയ്യാൻ വന്നാലും കേരളത്തിൽ ഇന്ന് നിലവിലുള്ളതിൽ ഈ ഈ എനർജി സിസ്റ്റംസും ഈ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ആളെയും കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ സന്തോഷവാനായി. പറ്റുമെങ്കിൽ. ഇതുവരെ ഇല്ല എന്നാണ് എൻ്റെ എളിയമായ അഭിപ്രായം. റിസൾട്ട് നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ ഉണ്ടാവും, റിസൾട്ട് ഉണ്ടാവും. ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞു, ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിക്കാറില്ല. ഇന്ന് സംസാരിക്കേണ്ടി വന്ന മറ്റു ചില ഘടകങ്ങളാണ്. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. 1 ലക്ഷം മേടിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു പ്രാവശ്യം പോലും സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. നിങ്ങൾ ഇന്ന് വിളിച്ചോ, ഇന്ന് എത്ര പേര് എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഞാനിവിടെ നാട്ടിലുണ്ട്, ഞാൻ ഫോൺ എടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നാളെ കയറി എല്ലാവരും വിളിച്ചേക്കരുത്, നടക്കൂല. അങ്ങനെ വിളിച്ചേക്കരുത്. നാളെ സാറിനില്ല പറ്റും. നിങ്ങൾക്ക് ഒരു ഇതിന്റെ വിളിക്കുക. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ മാറണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾക്ക് മാറാനുള്ള വഴികളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എന്റെ അറിവ് വെച്ചിട്ട്. എനിക്കറിയാത്തതാണോ ഞാൻ ഗുരുവിന്റെ അടുത്ത് പോയി ചോദിക്കും, ഇങ്ങനെ സംഭവമുണ്ട്, എന്താ ചെയ്യേണ്ടത്? അപ്പോ ഗുരുക്കന്മാർ എനിക്ക് വഴി പറഞ്ഞു തരും. അവർ പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പൊ നമ്മളെ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, ദിനേശ് സാർ ഇപ്പൊ കാണുന്ന അടുത്ത മാസം, 2ാമത്തെ മാസം, ഇപ്പൊ ഈ മാസം ചിലപ്പോൾ കോഴിക്കോട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്റർ ഇത് ജേർണി ടു ഹാപ്പിനെസിന്റെ ഇംഗ്ലീഷ് പുസ്തകം റിലീസാവും എന്നാണ് പുതിയ ഒരു വിവരം. ജേർണി ടു ഹാപ്പിനെസിന്റെ ഇംഗ്ലീഷ് വേർഷൻ പുസ്തകം കോഴിക്കോട് നമുക്ക് റിലീസ് ചെയ്യാം. അതുപോലെ അടുത്ത മാസം മുതൽ ഇംഗ്ലീഷും ഹിന്ദിയും ചാനലും ക്ലാസ്സും തുടങ്ങും. അപ്പൊ ഈ കണ്ട ദിനേശ് സാറിന് ഇവിടെ ഇങ്ങനെയൊന്നും കാണാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. ഇങ്ങനെ ഡൽഹിയിലും മുംബൈയിലും കൽക്കട്ടയിലും അല്ലേ ഇങ്ങനെയൊക്കെ കറങ്ങിയിരിക്കും. അപ്പൊ പൈസയൊക്കെ കൂടും കേട്ടോ. ഇല്ല, പൈസ ഒന്നും കൂടില്ല. ഇവിടെ ഇതേ മേടിക്കുള്ളൂ. നിങ്ങളോട് ഇതേ ആദ്യം തുടങ്ങിയപ്പോൾ മേടിച്ച അതേ പൈസ മേടിക്കും. ഇടയ്ക്കിടയ്ക്ക് ഓഫർ. ഇന്നലെ മെഡിറ്റേഷൻ ചെയ്തവർക്ക് എന്തൊരു ഓഫറാണ് കൊടുത്തത്? അങ്ങനെ ഓഫർ ഉണ്ടാവും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുത്ത് ഇവിടെ നിൽക്കണമെന്ന് ഞാൻ പറയില്ല, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ നിങ്ങൾ ചാടിക്കരുത്. ഇവിടെ നിൽക്കും, ഇവിടെ പോയില്ലേ, ഇവിടെ ഇരുന്ന് വെറുതെ സൈലന്റ് ആയിട്ട് ഇരുന്നോ. നിങ്ങൾ ഫ്രീ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തോ, ഫ്രീമിന്റെ ക്ലാസ്സിലില്ലേ, കുഴപ്പമില്ല. ചാടരുത്. ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. പോയോ? ഇപ്പൊ ചാടിയിരിക്കുന്ന ആൾക്കാരെല്ലാവരോടും ഞാൻ പറയാം, അവരൊക്കെ നാളെ യൂട്യൂബ് വീഡിയോ കേൾക്കുന്നത്, നിങ്ങൾ വീണ്ടും അവിടെ നിന്ന് അനുഭവിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് ചാടും, ഉറപ്പാണ്. വെറുതെ പോയിട്ട് സമയം വേസ്റ്റ് ചെയ്യാന്നേ ഉള്ളൂ. അത്രയൊന്നും സമയം ഇല്ലല്ലോ അല്ലെ, കുറച്ചേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോ ഞാൻ ഇവിടെ നിൽക്കണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. എവിടെ ആയാലും നിങ്ങൾ ഒരു സിസ്റ്റം പഠിക്കുക, അതിന് പ്രാക്ടീസ് ചെയ്യുക, റിസൾട്ട് കിട്ടിയോ അത് കണ്ടിന്യൂ ചെയ്യുക. ഇത്ര തന്നെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ സ്റ്റോൺ വീണ്ടും ഞാൻ പറയണു, ഇത് പ്രാണ സ്റ്റോൺ, ഞാനിത് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. ചിലപ്പോൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ മെഡിറ്റേഷൻ പ്രാണ സ്റ്റോൺ, ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രാണ സ്റ്റോൺ മെഡിറ്റേഷൻ ആണ്. ആ മെഡിറ്റേഷൻ ഞാൻ പബ്ലിക് ഒന്നും കൊടുക്കില്ല. അത് ലൈവ് അന്ന് നിങ്ങൾ അനുഭവിക്കേണ്ടതും, അല്ലാതെ ഉള്ളവർക്ക് എങ്ങനെ കൊടുക്കണം എന്ന് ഇപ്പോഴും എനിക്ക് കൃത്യമായിട്ട് ചിന്തിച്ചിട്ടില്ല. നോക്കാം നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത്. പ്രാണ സ്റ്റോൺ മെഡിറ്റേഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. യെസ്, എന്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത് സ്ഥിരതയോട് പ്രാക്ടീസ് ചെയ്യും. അത്രമാത്രം എനിക്ക് റിക്വസ്റ്റ് ഉള്ളൂ. അപ്പൊ എല്ലാവരും കോഴിക്കോട് വരിക, നമുക്ക് അന്ന് ചോറ് കഴിക്കാം. ഇന്നൊരു ചലഞ്ച് എടുത്തല്ല, അപ്പൊ അന്ന് ചോറ് കഴിക്കാം, സദ്യ കഴിക്കാം. പിന്നെ അന്ന് സദ്യ കഴിക്കാന്നല്ല, അന്ന് നിങ്ങൾ ഈ ചലഞ്ച് നിങ്ങൾക്ക് 7 ദിവസം ചലഞ്ച് നിങ്ങളുടെ മനസ്സിൽ എന്ത് മാറ്റം വരുന്നു കണ്ടോളൂ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഭർത്താവും ഭാര്യയൊക്കെ കോഴിക്കോട് വരുന്ന ക്ലാസ്സിൽ പങ്കെടുക്കുന്നില്ല, പിന്നെ നിങ്ങൾ കോഴിക്കോട് വന്നതിന് ഞാനെന്ത് ചെയ്യാനാ? നിങ്ങൾ വന്നോളൂ. നിങ്ങൾ കോഴിക്കോടോ കൊയിലാണ്ടിയോ കൊച്ചിക്ക് എവിടെ വേണമെങ്കിലും പൊക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അന്ന് ഈ 7 ദിവസം ഒരു കാര്യം കൂടി അന്ന് എത്ര ഗിഫ്റ്റാ പ്രസീത നമ്മളൊന്ന് കൊടുക്കുക. അപ്പൊ ഏതൊരു ഗിഫ്റ്റ് കൊടുക്കണം അല്ലേ? നമുക്ക് ചോറ് ഈ 7 ദിവസം ചലഞ്ച് ചെയ്തുള്ളവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ?
7 ദിവസം ചലഞ്ച് സക്സസ് ചെയ്തവർക്ക് അന്ന് ഞാൻ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടാവും. അന്ന് 7 ദിവസം ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തത് നിങ്ങളാണ്. ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നത് സത്യഭാഗം നിങ്ങളാണ് എഴുതി തരേണ്ടത്, ഞാനല്ല കേട്ടോ. നിങ്ങൾ കള്ളത്തരം കാണിച്ചാൽ നിങ്ങളുടേതായ ഇഷ്ടം. കള്ളത്തരം കാണിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ സത്യസന്ധമല്ലാതെ കള്ളത്തരം സംഭവിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോ പറഞ്ഞ നിയമപ്രകാരം നിങ്ങളുടെ എനർജി എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോകും? ആ, ആർക്കും ഉത്തരവില്ല അല്ലെ? കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് എനർജിയിലേക്കാ പോവുക? പറഞ്ഞു ഇപ്പൊ ബാക്കിയുള്ളവരും കൂടി പറയട്ടെ. ലോ എനർജി. അതുകൊണ്ട് അത്തരം പരിപാടികളൊന്നും ആരും കാണിക്കരുത്. നെഗറ്റീവ് എനർജി നമ്മളല്ല ഉണ്ടാക്കുക കേട്ടോ. നിങ്ങൾ സ്വയം താഴോട്ട് പോവുക ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നത് എന്താണോ അത് സത്യസന്ധമായി ചെയ്യുക. അത്രയേ എല്ലായിടത്തും ചെയ്യാനുള്ളൂ. അത് ചെയ്യുമ്പോൾ നിങ്ങൾ സെൽഫ് എസ്റ്റീം വളരും, നിങ്ങളുടെ അഹംബോധം വളരും. ഞാൻ അങ്ങനെയാണല്ലോ, എന്നെ കൊണ്ട് പറ്റിയല്ലോ എന്ന് സ്വയം ബോധം വരുമ്പോ റിസൾട്ട് വരും. അത്രയും റിസൾട്ട് വരും കേട്ടോ. ഇത് ശരിക്കും പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത്രയും കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പൊ എന്തുകൊണ്ട് പണം വരുന്നില്ല, എങ്ങനെ വരും, നേരെ പറഞ്ഞോ നമ്മുടെ എനർജി ലെവലിനെ കൂട്ടുക എന്നത് മാത്രമാണ്. കോഴ്സുകൾ ഒരുപാട് നമ്മുടെ ക്ലാസ്സുകളുണ്ട്. നമ്മൾ പറയാൻ വന്ന നേരെ കാര്യം, നമ്മുടെ സന്തോഷത്തിന്റെ താക്കോലുകൾ ഈ ആഴ്ച വീണ്ടും പുതിയ കോഴ്സ് അനൗൺസ് ചെയ്യും. യെസ്, ഇന്ന് രാവിലെ കൂടെ ഇരുന്ന് കഴിക്കാം. സന്തോഷത്തിന്റെ താക്കോലുകൾ വേണ്ടവർ ചോദിച്ചോളുക, കോഴ്സ് എടുക്കുക. പിന്നെ പിന്നെ നമ്മുടെ എന്താണ് ജേർണി ടു ഹാപ്പിനെസ്, മറ്റെന്താണ് സന്തോഷത്തിന്, പിന്നെന്താണ് ഒരു കോഴ്സിന്റെ പേരെന്താണ് നമ്മുടെ പേര് മറന്നുമില്ല. കീ ടു സക്സസ് കഴിഞ്ഞു. പിന്നെന്ന് കുമാർ സാറെ നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്യുന്ന ഹൈപ്നോസിസ്, ലോ ഓഫ് അട്രാക്ഷൻ. വേറെ എനിക്ക് തന്നെ കോഴ്സിന്റെ പേര് ഓർമ്മയില്ല, ഞാൻ എന്ത് ചെയ്യാൻ. ലോ ഓഫ് അട്രാക്ഷൻ. യെസ്, പോരട്ടെ നിങ്ങൾ തന്നെ പറയും. ഓഫർ റണ്ണിൽ ഒന്ന് രാവിലെ തന്നത്, ഇനി ഓഫറോ? ഓഫർ റൺ 2020 ഒക്കെ മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ലൈഫ് സക്സസ്. യെസ്, ജീവിത വിജയത്തിന്റെ രഹസ്യം. കുട്ടികളെ, ജീവിത വിജയത്തിന്റെ രഹസ്യം പ്രാക്ടീസ് ചെയ്യൂ. ഇനിയും ചാൻസ് ഉണ്ട്. ഞാൻ നാളെ മറ്റന്നാൾ ഒരു ക്ലാസ് അതിൽ വെക്കാട്ടോ. പിന്നെ ബിസിനസിനെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ല. ബിസിനസിന്റെ ക്ലാസ്സുകൾ, ബിസിനസ് ഉള്ളവരെല്ലാം ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മള് 2 monthsന്റെ 60 daysന്റെ ക്ലാസ്സുകൾ അനൗൺസ് ചെയ്തിരുന്നു ബിസിനസ് മാസ്റ്ററി ഹബില്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോളൂ കേട്ടോ. പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഞാൻ ഉടനെ തുടങ്ങുക ക്ലാസ്. സന്തോഷത്തിന് ഡെയിലി ആണ് ആക്ടിവിറ്റീസ്. അത് ചക്രയും ബാക്കി എല്ലാം നിങ്ങളുടെ മെഡിറ്റേഷൻ പ്രോസസ് ആണ്. അത് കോഴ്സ് അല്ല കേട്ടോ. മെഡിറ്റേഷൻ വേറെയാണ്, കോഴ്സ് വേറെയാണ്. രണ്ടാം മിറാക്കിൾ മോർണിംഗ്സ് നമുക്ക് തുടങ്ങാം. ആയില്ല, അത് ഒരു കോഴ്സും കംപ്ലീറ്റ് ആയിട്ട് 105 days, ഇപ്പൊ 98 ദിവസമായിട്ടായി. ഈ നെക്സ്റ്റ് വീക്ക് കോഴിക്കോട് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിറാക്കിൾ മോർണിംഗ് വീണ്ടും തുടങ്ങാം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, അപ്പൊ താങ്ക് യു. നിങ്ങൾ ബാക്കിയെല്ലാം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ. എല്ലാം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം മറക്കാതിരിക്കുക, ഹാപ്പിനെസ് മാസ്റ്റർ ദിനേശ് മുങ്ങത്ത് യൂട്യൂബ് ചാനൽ 100,000 എത്തിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തം? എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ. 100,000 സബ്സ്ക്രിപ്ഷൻ എത്തിക്കേണ്ട ആരുടെ ഉത്തരവാദിത്തം? എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ. സാറിന്റെ ഒന്ന് ടൈപ്പ് ചെയ്തേ. ഈ 100,000 സബ്സ്ക്രിപ്ഷൻ എത്തിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? യെസ്, ഒന്ന് സെൽഫ് ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. സ്റ്റാറ്റസ് ഒക്കെ വെച്ച് ആൾക്കാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അത്രേ പറയാൻ പറ്റുള്ളൂ. എന്റെ അല്ല, ചാനൽ എന്താണ്? ഈ ചാനൽ ആരുടെയാ? നിങ്ങളുടെ, ഞങ്ങളുടെ. യെസ്, മുഴുവനായിട്ട് ആ ചാനൽ നിങ്ങളുടെയാണ്, എന്റേതൊന്നുമല്ല. ഞാനിവിടെ പറയുന്നു, അതിൽ വരുന്നത് മാത്രമല്ല, എനിക്കതിൽ യാതൊരു പങ്കുമില്ല. അതിൽ കിട്ടുന്ന കാശ് മാത്രം ഞാൻ എടുക്കും. അത് നിങ്ങൾക്ക് വേണ്ടല്ലോ. അത് ഞാൻ എടുത്തിട്ട് കൃത്യമായി എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുന്നുണ്ട്. അതിനൊന്നും കിട്ടുന്ന കാശൊന്നിനേക്കാളും കൂടുതലാണ് നമ്മളിവിടെ ചെലവാക്കുന്ന കാശ്. പക്ഷെ അതൊന്നുമല്ല, അത് നമ്മൾ അതിനുവേണ്ട, എനിക്ക് വേണ്ട കാശൊക്കെ ഞാൻ എൻ്റെ ബിസിനസ് നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ രീതിയിൽ ഒരു ചാരിറ്റി പോലെ കാര്യങ്ങളാണ് കടന്നു പോകുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, യൂട്യൂബ് കാണുന്നവരോട് പറയാനുള്ള കാര്യം. 29 rupees ഒക്കെ അടക്കിച്ചത് എവിടെയാണ് എനിക്ക് ക്ലാസ് എന്ന് പറയരുത്. 29 rupees ഒന്നും നമുക്കുള്ള പൈസയല്ല, അത് യൂട്യൂബിന് പോകുന്നതാണ്. അത് നിങ്ങൾക്ക് പരസ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമാണ്, അതിലൊന്നും വേറില്ല. നമ്മുടെ ഈ ലൈവ് സെഷനിൽ ഇപ്പൊ പങ്കെടുത്ത ലൈവ് സെഷൻ പങ്കെടുക്കണമെങ്കിൽ 101 രൂപ
അടച്ചാൽ മാത്രം മതി. 101 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഈ ലൈവ് സെഷനിലേക്ക് നേരിട്ട് പങ്കെടുക്കാം. ഇന്നിപ്പോൾ അതില്ലാത്തവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ തരും, പക്ഷെ ഇടയ്ക്ക് തരില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ എല്ലാവരോടും നന്ദി, നമസ്കാരം. നാളെ കാണാം. താങ്ക് യു. നാളെ ഒള്ളി മെമ്പേഴ്സിനായിരിക്കും ക്ലാസ് കേട്ടോ. നാളെ വേറൊരു വളരെ കിടിലമായിട്ടുള്ള ഒരു ടെക്നിക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഒള്ളി മെമ്പേഴ്സിന് വേണ്ടി മാത്രം. 101 രൂപ പേ ചെയ്തവർക്ക് വേണ്ടി മാത്രമുള്ള, അതുപോലെ കോഴിക്കോട് ബുക്ക് ചെയ്തവർക്കും. അവർക്ക് ഇനി വിടാൻ പറ്റില്ല, അവരെ ഉണ്ടാവും. ഇനി ഈ രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ യൂട്യൂബ് വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ നിന്നൊക്കെ എക്സിറ്റ് ചെയ്ത് പോയിരുന്നു. ഫസ്റ്റത്തെ കോഴിക്കോട് പ്രോഗ്രാം, കൊച്ചി പ്രോഗ്രാം, ഫസ്റ്റത്തെ കൊച്ചി പ്രോഗ്രാം, സെക്കൻഡ് കൊച്ചി പ്രോഗ്രാം, ഫസ്റ്റ് കോഴിക്കോട് പ്രോഗ്രാം, തൃശ്ശൂർ പ്രോഗ്രാം, തിരുവനന്തപുരം പ്രോഗ്രാം. ഈ പ്രോഗ്രാമിലെല്ലാം പങ്കെടുത്ത ആൾക്കാർ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അവർക്ക് നമ്മളോട് റീകണക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക അഡ്മിന്റെ നമ്പർ ഞാൻ ഇതിന്റെ താഴെ കൊടുക്കാം. ഒന്ന് മെസ്സേജ് ചെയ്യുക. കാരണം നിങ്ങൾ എല്ലാവരും റീകണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കിടിലമായിട്ടുള്ള ഒരു ക്ലാസ് ഫ്രീ ആയിട്ട് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. അത് 5 or 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ വേണ്ടി ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആഗ്രഹമുള്ളവരെല്ലാവരും ഈ കോഴ്സിൽ പങ്കെടുത്ത ആൾക്കാർ ഇപ്പൊ ഞങ്ങളിൽ നിന്ന് വരാൻ പറ്റിയവരെ ഒന്ന് അഡ്മിനെ ബന്ധപ്പെടുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഗ്രൂപ്പ് എല്ലാം മുമ്പ് നമ്മൾ ഡിസ്പോസ് ചെയ്തതാണ്. ചിലപ്പോൾ പറ്റുമെങ്കിൽ ഞങ്ങൾ ആക്കാം. പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും, അപ്പം കാണുന്നവരല്ലേ ഉണ്ടുള്ളൂ, അവരെല്ലാവരും വീണ്ടും ഒരു ക്ലാസ് ഈ കോഴിക്കോട് പ്രോഗ്രാം ചെയ്തതിനു ശേഷം എല്ലാവർക്കും കൂടി ഒരു 5 or 6 ദിവസത്തെ ഫ്രീ ക്ലാസ് ഞാൻ നൽകുന്നുണ്ട്. അത് ഓൺലി മൈൻഡിനെ പറ്റിയിട്ടാണ്. മൈൻഡിനെ പറ്റി കൃത്യമായി മനസ്സിലാക്കുന്ന ക്ലാസ് ഒന്ന് പറയാം. ഓക്കെ, താങ്ക് യു. എന്ത് പറ്റി? എല്ലാവരും പരിഗണിക്കുന്നു. ആ സാറ് പരിഗണിക്കാത്ത ആൾക്കാർ ആരാണ്? എല്ലാവരും പരിഗണിക്കും. നിങ്ങളെ പരിഗണിക്കാല്ലേ എന്റെ പണി. ഞാൻ ആകെ ചെയ്യുന്ന എന്താണ്? നിങ്ങളെ പരിഗണിക്കുക മാത്രമാണല്ലോ. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്തു. സാറേ താങ്ക് യു സാർ, വിളിച്ച് നന്ദി. സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറേ. സാറേ പറഞ്ഞോ. കാര്യം പറയാനുണ്ട്. രമണിയാണ്. പറഞ്ഞോ രമണി. ഞാൻ തൃശ്ശൂര് സ്റ്റോൺ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിരുന്നത് എന്റെ കൊച്ചിന്റെ ലോൺ അടച്ചു തീരണമെന്നായിരുന്നു. അത് അടച്ചു തീർന്നു. ഇപ്പൊ ലോൺ കഴിഞ്ഞ ദിവസം അടച്ചു തീർന്നു. ഇനി ചൊവ്വാഴ്ച ആധാരം എടുക്കാൻ ഇതെല്ലാം പറഞ്ഞേക്കാണ്. എനിക്ക് ഭയങ്കര സന്തോഷം സാറേ. താങ്ക് യു. 11 ലക്ഷം ഉണ്ടായിരുന്നു. അതിന് അവര് കൊച്ചു തന്നെ അടച്ചു. അതിന് അവൻ ടാക്സ് പിടിച്ച് കൊടുത്തു. പിന്നെ അവര് കമ്പനി ലാഭത്തിലായിരുന്നു, അതിന്റെ ഇത് കൊടുത്തു. അങ്ങനെ അത് അവൻ അടച്ചു തീർത്തു. അവൻ അറിഞ്ഞിട്ട് പോലും ഇല്ല, ഞാനാണ് ചെയ്തത്. വെരി ഗുഡ്. ഇനി അവന് PR കിട്ടണമെന്ന് ഞാൻ കൊച്ചിയിൽ തൃശ്ശൂര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസംബർ ആകുമ്പത്തേക്കെന്നാ പറഞ്ഞ കിട്ടുന്നുള്ള പ്രതീക്ഷയില് അഫർമേഷൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം സാറേ. സ്റ്റോൺ വെച്ച് ഞാൻ മെഡിറ്റേഷൻ ചെയ്തത്. ഞാൻ പറയട്ടെ. താങ്ക് യു സാർ. ഒരാൾ പറഞ്ഞു കഴിയട്ടെ. പറഞ്ഞോ. ഓക്കെ, വെരി ഗുഡ് രമണി. രമണി നമ്പർ ഒന്ന് പ്രസ് ചെയ്തൊക്കെ അയച്ചു കൊടുക്കണേ. നിങ്ങളൊന്ന് ഹായ് പറയണേ. എന്നിട്ട് ആ ഗ്രൂപ്പിൽ ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ. വീണ്ടും ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ ലൈവ് പ്രോഗ്രാം പങ്കെടുത്തവർക്ക് വേണ്ടി മാത്രമേ. പറഞ്ഞോ. നേരത്തെ ആരാ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചാൽ ആരാ? സുധയല്ല, ഒരു മിനിറ്റ്. ആരോ പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ്. ആരാണ്? രജിയാണോ ശകുന്തളയാണോ? ആരാണ്? ആദ്യം ശകുന്തള പറയട്ടെ. ശകുന്തളേ. സാറിന് പാട്ടെല്ലാം വരുന്നുണ്ടല്ലോ. പിന്നെ പറഞ്ഞു പാടിക്കോ. ദുഷ്യന്തനാക്കാതിരുന്നാ മതി. പറ. ഞാൻ ജൂൺ മുതലേ സാറിന്റെ ക്ലാസ്സും പിന്നെ മെഡിറ്റേഷനും യോഗ എല്ലാത്തിലും ഉണ്ട്. ഞാൻ ഇന്നേരം സാറിനോട് സംസാരിച്ചിട്ടില്ല, ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ഞാൻ കോഴിക്കോട് പ്രോഗ്രാമിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇന്ന് പറയാനുള്ളത്, എന്റെ ചേച്ചി വീണിട്ട് കാലിന്റെ മുട്ടിന് ഓപ്പറേഷൻ വേണം നാളെ. 2 പീസായിപ്പോയി. അതുകൊണ്ട് സാറിന്റെ പ്രാർത്ഥന ഇന്ന് വേണം. ചിരട്ടയുണ്ട്, ചിരട്ട 2 ഇതായിപ്പോയി. എന്റെ സാറിന്റെ പ്രാർത്ഥനയും എല്ലാവരുടെ പ്രാർത്ഥനയും വേണം. അസഹ്യമായ വേദന. എവിടെ വീണ്? വീട്ടിൽ തന്നെ, അടുക്കളയില്. അടുക്കള വീണ് മുട്ടിന് ചിരട്ടാണ്. എന്ത് വീഴ്ചത്? അത് വെച്ച് അടിച്ചു പോയി. നാളെയാണ് ഓപ്പറേഷൻ. വേദന ഭയങ്കര കൂടുതലേ.
ഓക്കെ, ആ അടുത്ത ആള് വേദനയുണ്ട്. അടുത്ത സാർ ആള് അടുത്ത ആള് അടുത്ത ആള് അടുത്ത സാർ ആള് അടുത്ത ആള് അടുത്ത പറഞ്ഞോട്ടെ. ആള് അടുത്ത ആള് സാർ സുധേണ സുഖമാണ്. സാറേ ആ സാർ മോനൊന്ന് ജോലിക്ക് ചെന്നൈയിലേക്ക് പോയി സാറേ. എട്ടരയുടെ ട്രെയിനിന് പോയി. സാറിന്റെ ആ 1-to-1 സെക്ഷൻ എടുത്തിട്ട് അതിനുശേഷം ജോലിക്കൊന്നും ശ്രമിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളി എന്തോ ഒരു ആഴ്ച 2 ആഴ്ച കഴിയുമ്പത്തിനും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, അപ്പൊ 2 സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് പാലക്കാട് 2 ദിവസം പോയി. ആ പോയപ്പോഴേക്കും ചെന്നൈന്ന് വിളി വന്നു. ഇന്നിപ്പോ 8:30 ട്രെയിനിന് പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. സാറിന്റെ പ്രാർത്ഥന വേണം. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പിന്നെ മോൻ നല്ല സാറേ നല്ല പയ്യനാ, ധൈര്യപൂർവ്വം പോ. അതെ 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 സാറേ. അപ്പൊ പോയി അവനെ സന്തോഷത്തോടെ അവന്റെ എല്ലാ കാര്യങ്ങളും ഒന്നിനും ഒരു മുടക്കം വന്നില്ല എന്നുള്ളതാണ് സാർ. ഭയങ്കരമായിട്ട് ഹാപ്പി ആയി പോയിട്ടുണ്ട്. അച്ഛനും മോനും കൂടി പോയിട്ടുണ്ട്. അവരൊന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സുധക്ക് സാറിന് മെസ്സേജ് സുധക്ക് ഇനിയും ഇട്ടിട്ടുണ്ടായിരുന്നു. സുധക്ക് ഇനിയും കരയാൻ കണ്ണീരുണ്ടോ? ഇല്ല സാറേ, ഞാൻ കരയില്ല. ഇനി കരയില്ല. ഉറപ്പിച്ചിട്ട് തന്നെ ഞാൻ ഇരിക്കുന്നു. പിന്നെ സാറേ എനിക്ക് കഴുത്തിന് ഈ വലത് ഭാഗത്ത് കഴുത്തിന് ഭയങ്കര പെയിന് കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ട് എനിക്ക്. അതെന്താന്നുള്ളതൊന്നും അറിയില്ല. ഞാന് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മാലിന്യങ്ങൾ കെട്ടി നിൽക്കുന്ന ശരീരത്തിനകത്ത് എന്തൊക്കെ വരുമെന്ന് ഞാൻ മുൻകൂട്ടി എത്രയോ തവണ പറഞ്ഞതാണ്. അതെ 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 അതെ. മാലിന്യങ്ങൾ പുറത്തു പോകണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുത്തേ പറ്റൂ. മെഡിറ്റേഷൻ കൊണ്ട് മാത്രം പറ്റില്ല. മെഡിറ്റേഷൻ ഒരു പ്രോസസ്സ് മാത്രമാണ് അതിനകത്ത്. മനസ്സിലാക്കി ഡീടോക്സിക്കേഷൻ, മാലിന്യങ്ങളെ അറിയുക, അതിനെ ഒഴിവാക്കുക. 10 മാലിന്യങ്ങൾ നമുക്കുണ്ട്. 10 മാലിന്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ജേർണി ടു ഹാപ്പിനെസ്സിൽ പോവുക, പഠിക്കുക. ഇല്ലെങ്കിൽ അതിന് പകരം ഇപ്പോൾ നമ്മുടെ കീ ടു സക്സസ് അതിലും പറ്റും. ഇനി അല്ലെങ്കിൽ വരാനിരിക്കുന്ന മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കോഴ്സിലും പറ്റും. ഇതെല്ലാം ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ജേർണി ടു ഹാപ്പിനെസ്സിന്, ബാക്കിയെല്ലാം അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അതിലും പറ്റും സാധനങ്ങൾ കൃത്യമായി പറ്റും. അതൊന്ന് എടുത്ത് പഠിച്ചു. ഇപ്പൊ എത്ര കഴിഞ്ഞ വർഷം സുധയ്ക്ക് എത്ര 1111 രൂപയല്ലേ ഉണ്ടായിട്ടുള്ളൂ കീ ടു സക്സസിലെ പഠിക്കാമായിരുന്നില്ലേ? സാർ എനിക്ക് 5:30 ആകുമ്പോഴത്തേനും വർക്കിന് ഇറങ്ങണം. അതാണ് ഇപ്പൊ എനിക്ക് 5:30 മണിക്ക് ഇറങ്ങിക്കോ, 6:30 മണിക്ക് ഇറങ്ങിക്കോ, 7 മണിക്ക് ഇറങ്ങിക്കോ. ഇതിപ്പോ ആപ്പിൽ കിട്ടുന്ന കോഴ്സ് നിങ്ങൾക്ക് ഏത് സമയത്ത് നോക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ സാർ. എനിക്ക് സ്റ്റോണ് വേണമായിരുന്നു. ഞാൻ നാളെ പൈസ അയച്ചു സ്റ്റോണിന്റെ കാര്യം അവിടെ കഴിഞ്ഞാൽ ഇരിക്കട്ടെ. കോഴിക്കോട് വരാത്തൊരു സ്റ്റോണിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, പറയാം. സാർ കോഴിക്കോട് വരാൻ പറ്റും സാർ. എനിക്ക് അല്ല, അടുത്താണ് അതിപ്പോ കോഴിക്കോട്. 2 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ആദ്യം അതിന് തീരുമാനമാക്കട്ടെ, എന്നിട്ട് പറയാം ഓക്കെ ഓക്കെ സാർ. കേട്ടോ. എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, ഞാൻ ജോലി ഓക്കെ, സ്ഥലത്തായി ശരി. ഓക്കെ, ശരി. അടുത്ത ആള് പറ. സാർ ഞാൻ എന്നോട് സംസാരിക്കണം എന്ന് പറയുന്നവരോട് ഇപ്പൊ പറഞ്ഞു കുറെ ആൾക്കാര്. സംസാരിക്കാൻ 2 വഴികളാണ് ഉള്ളത്. ഒന്ന്, ഇപ്പൊ നിങ്ങളിവിടെ സംസാരിക്കാൻ ഞാൻ മാക്സിമം സമയം കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. വലിയ കാര്യങ്ങൾ കേൾക്കാൻ ഇവിടെ പറ്റില്ല. പബ്ലിക്കായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കണം. അപ്പോയിന്റ്മെന്റ് എടുക്കുക, 1-to-1 വേണ്ടി എടുക്കുക. പക്ഷേ വിഷയം എന്ന് വെച്ചാൽ എത്രത്തോളം എനിക്ക് ഒരു ദിവസം മാക്സിമം ഒരാളെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ മുൻകൂട്ടി അഡ്മിനോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനിടയിൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റു വേറെ ആരെങ്കിലുമൊക്കെ ഒഴിവാകും പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്താൽ പറ്റും, കേൾക്കാൻ റെഡി ആണെങ്കിൽ. വീണ്ടും പറഞ്ഞ് അത്രയും ഉണ്ടെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഏത് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്താലും സംസാരിക്കാം. വലിയ വിഷയമുള്ളവര് നേരിട്ട് എടുത്ത് പറയുന്നേ വേണം കേട്ടോ. ഓക്കെ, ശരി. സാറേ ഞാൻ കോഴിക്കോട് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സാർ ഞാൻ പെട്ടെന്ന് രാജസ്ഥാൻ വന്നെന്ന് പറഞ്ഞല്ലോ സാറിനോട്. അതെ, പറഞ്ഞു. ഓക്കെ, ശരിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് സ്റ്റോണിന് അപേക്ഷ കൊടുത്തിട്ട് ഇപ്പൊ ആള് പറഞ്ഞു പറ്റില്ല, അത് സാറിനോട് നേരിട്ട് ചോദിച്ചോളൂന്ന് പറഞ്ഞു. അത് സ്റ്റോൺ അത്രയും വന്നിട്ടില്ല. നമുക്ക് ശരിയാക്കാം, നോക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്നില്ല. അതെന്താണെന്നറിയോ, അതിന്റെ വിഷയം എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ഓരോ ആൾക്കും ഞാൻ തരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ മൊത്തം ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ട് ഈ എനർജി ഞാൻ പാസ് ചെയ്ത് തരുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻസ് കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സിനാണ് ഉള്ളത് ഇപ്പൊ? ഇപ്പൊ ഞാൻ മെഡിറ്റേഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. മെഡിറ്റേഷൻ കോഴ്സ് അല്ല. കോഴ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ എനിക്ക് അത്ര കണ്ട് അറിയാം. നിങ്ങൾ അറിയാം. ഞാൻ നേരത്തെ ക്ലാസ് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് നിങ്ങളുടെ വിഷയം കൃത്യമായി നിങ്ങളുടെ എനർജി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ തരുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഒരു മിനിറ്റ് മനസ്സിലാക്കാം. ഓരോ ആളെയും ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണമെങ്കിൽ എനിക്ക് അത്രയും സമയവും വേണം. അപ്പൊ നിങ്ങൾ കോഴ്സിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ കൃത്യമായി പൾസ് മനസ്സിലാക്കാൻ പറ്റും.
ആ പൾസ് മനസ്സിലാക്കി അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ഇത് അതിനനുസരിച്ച് അലൈൻ ചെയ്ത് തരാൻ പറ്റും. ഇതിന് കുറേ എനർജിയിൽ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അത് ഓക്കെ മനസ്സിലാക്കാത്തവർക്ക്, ഒന്നും അറിയാത്തവർക്ക് ഞാനിത് കൊടുത്താൽ എങ്ങനെ അത് എന്തായിരിക്കും അവർക്ക് റിസൾട്ട് ഉണ്ടാവുക? അപ്പൊ അതെ രതി അതെ ഒരു കാര്യം ചെയ്യൂ, എളുപ്പത്തിൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ഏതെങ്കിലും ഒരു കോഴ്സ് ജോയിൻ ചെയ്യൂ. അപ്പൊ ഞാൻ രതിയുടെ സാറ് മാനസിക പറഞ്ഞോളൂ ഏതാണ് സാറ് പറഞ്ഞോളൂ ഏതാണോ ഞാൻ ചെയ്തോളാം. ഏതാണെന്ന് എടുത്തോ. ഇപ്പൊ ജേർണി ടു ഹാപ്പിനെസ് കോഴ്സ് നമുക്ക് എടുക്കാൻ പറ്റുന്ന 3 കോഴ്സുകളാണ് എടുക്കേണ്ടത്. ഒന്ന് ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും കാര്യമില്ല, ജേർണി ടു ഹാപ്പിനെസ്, ലൈഫ് ജീവിത വിജയത്തിന്റെ രഹസ്യം, കീ ടു ഹാപ്പിനെസ്, ഇനി വരാനിരിക്കുന്ന വേറൊരു കോഴ്സ്. അപ്പൊ 4 മൈൻഡ് പ്രോഗ്രാമിംഗ്. ഈ 4 കോഴ്സിൽ ഏതെങ്കിലും വന്നാലും മാത്രമേ എനിക്ക് നിങ്ങളുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. സാർ പറഞ്ഞോ ഇതെങ്കിൽ ഞാൻ ചെയ്യും. അത് നോക്കിയിട്ട് ചെയ്തോളൂ. ഒന്ന് അഡ്മിനെ വിളിച്ചിട്ട് ആ നിങ്ങൾ ആ സംസാരിച്ചിട്ട് എമൗണ്ട് ഒക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ആ പറ്റുന്ന ആ എമൗണ്ട്. എന്തായാലും ഒരു കാര്യം, നിങ്ങൾ ശാശ്വതമായ ഒരു പരിഹാരം കിട്ടണമെങ്കിൽ ജേർണി ടു ഹാപ്പിനെസ് വരെ പോകണം. അത് ആ ശരി ഏറ്റവും ശരി ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ്, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. ആ ഓക്കെ, ബാക്കിയല്ല. ഓക്കെ, ഓക്കെ ശരി, താങ്ക് യു എന്നാലും സാറേ താങ്ക് യു പോട്ടെ. സാർ താങ്ക് യു സാർ. താങ്ക് യു വെരി ഒരു മച്ച്. കാര്യം ചോദിക്കട്ടെ സാറേ, സാറേ പ്ലീസ്. എനിക്കൊന്ന് താങ്ക് സാറേ പറയാനുണ്ട്. ഒരു കാര്യം യു. ചോദിക്കട്ടെ. സാർ പറഞ്ഞു. ഒരു കാര്യം, രാധാതിന്റെ ആ കേസ്. അതെ, വെറുതെ തന്നെ സംസാരിക്കുന്നത് വല്ല കുഴപ്പമാണോ എന്ന് പറയാൻ. സാറിന്റെ വെറുതെ തന്നെ സംസാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ആര് വെറുതെ തന്നെ സംസാരിക്കുന്നത് ആരോടല്ലാണ്ടേ, ആരാ വെറുതെ വീട്ടിലിങ്ങനെ ആരാ ഒറ്റയ്ക്ക് നടന്നിട്ട് ഞാനെന്നെ ഒറ്റയ്ക്ക് സംസാരിക്കണത് വല്ല കുഴപ്പമാണോ? അല്ല, അത് എന്തായി സംസാരിക്കുന്ന വിഷയം? സംസാരിക്കണ വിഷയം എന്താ വെച്ചപ്പോ ഇന്ന് സാറിനോട് പറയാനുള്ളതൊക്കെ സാറിനോട് പറയും, സാറിന് മനസ്സിൽ കണ്ടിട്ട് സാറിനോട് പറയും. അതുപോലെ ഓരോരുത്തരോടും പറയാം. എനിക്ക് ഇവിടെ വേറെ ആരും ഇല്ല വീട്ടിൽ സംസാരിക്കാൻ. അപ്പൊ വീട്ടിൽ പറയാനുള്ളതൊക്കെ ആളുണ്ടെങ്കിലോ? എല്ലാവരോടും തന്നെ വീട്ടിൽ നടന്നിട്ട് ആളുണ്ട്, പറയും. അപ്പൊ അതിന്റെ അത് വല്ല അർത്ഥം വീട്ടിൽ ആള് കുഴപ്പമാണോ? അല്ലല്ല, അതിന്റെ അർത്ഥം വീട്ടിൽ ആളുണ്ടെങ്കിൽ ഇതെല്ലാം ആരുണ്ടെങ്കിൽ വീട്ടിൽ അവര് ആളോട്. ആ അത് ഉണ്ടെങ്കിൽ കുഴപ്പമാണ്. പറയില്ല, അല്ല, അപ്പൊ ഇതിന്റെ കുഴപ്പം അർത്ഥം വീട്ടിൽ ആളുണ്ടെങ്കിൽ ഇതെല്ലാം വീട്ടിൽ ആളോട് പറയുന്നല്ലേ? ഇല്ല. വീട്ടിലാളുണ്ടെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കേണ്ട ഒരു സന്ദർഭം വരുന്നില്ല. ഇതിപ്പോ അതെന്താ? ഞാൻ പണികൾ എടുക്കുകയാണെങ്കിലും അതെന്താ? പണികൾ എടുക്കുന്ന വീട്ടിൽ സമയത്താണെങ്കിലും ആളുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഞാൻ ഓരോരുത്തരോട് സംസാരിക്കേണ്ട കാര്യം വരില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം? അതിപ്പോ ഞാനും എന്റെ മോനും മാത്രം ഇവിടെ ഉള്ളത്. അപ്പൊ അവനോട് സംസാരിക്കുമ്പോ വേറെ ആരോട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയല്ല ഉള്ള അത്. സമയത്ത്, അങ്ങനെയല്ല ഇല്ലാത്ത സമയത്ത് സംഭവിക്കുന്നത്. ഇപ്പൊ ഞാൻ അല്ലല്ല, പണികൾ എടുക്കണം. അങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. ഇത് നിങ്ങൾ പറയുന്ന രീതിയിലേ അല്ല സംഭവം നടക്കണം. അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നോക്കൂ, അത് മറുപടി പറയാൻ അല്ലല്ല, അത് ഇതിനൊറ്റ വാക്കിൽ മറുപടി പറയാൻ പറ്റില്ല. ഇതിന് മറുപടി പറയണമെങ്കിൽ നിങ്ങളുടെ എനർജി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്തൊരു മറുപടി പറയുന്നത് ശരിയാവില്ല. ഓക്കെ ഓക്കെ, അടുത്ത സുധ മാത്രം പെട്ടെന്ന് പറഞ്ഞോ. സർ, നെക്സ്റ്റ് ജേർണി ടു ഹാപ്പിനെസിന്റെ കോഴ്സ് എന്നാണ് ഇപ്പൊ തുടങ്ങുന്നത്, എപ്പോഴാണ് അറിയുന്നത്? ജേർണി ടു ഹാപ്പിനെസ് കോഴ്സ് ഇട്ട് തരണോ? എവിടേക്കാ അതെ, എന്നാണ് തുടങ്ങുന്നത്? തുടങ്ങുന്നത്. എനിക്ക് അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ല, അത് കംപ്ലീറ്റ് എപ്പോഴും 24 hours ഓപ്പൺ കോഴ്സാ, അത് സ്റ്റോപ്പില്ല. ആണ്. അങ്ങനെ ഇപ്പൊ ജോയിൻ പ്രത്യേക ചെയ്തോ. സമയത്ത് തുടങ്ങുന്നതല്ല അല്ലേ? ഇല്ല, അങ്ങനെയല്ല, അത് എപ്പോഴും ക്ലോസ്. അപ്പൊ എന്നാ ജോയിൻ എനിക്ക് ജോയിൻ ചെയ്തോ, ഇന്ന് അഡ്മിനോട് ജോയിൻ ചെയ്തോ. അഡ്മിനോട് പറഞ്ഞാൽ മതി. ടൈമിംഗ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? വിളിച്ചോ, 7510792454. ഇപ്പൊ വിളിച്ചു പറഞ്ഞു. റസീദയുടെ നമ്പറാണോ സർ ഇത്? അതെ, റസീദ നമ്പർ വിളിച്ചു. 7510792454. സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.